ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ ആൻറ്റിജൻ, അധ്യായം 25. താൻ അകപ്പെട്ടിരിക്കുന്ന അപകടത്തിൻ്റെ ഉറവിടം ഇപ്പോൾ മാത്രമാണ് പളനിക്ക് മനസ്സിലായത്. ഒരിക്കൽ കൂടി അയാൾ SI സക്കീർ മുഹമ്മദിനെയും ആദിത്യനെയും നോക്കി, പിന്നെ തലകുനിച്ചിരുന്നു. സക്കീർ മുഹമ്മദ് ഒരു ചെറിയ കുപ്പിയും കുറച്ച് പഞ്ഞിയും എടുത്ത് അലക്സിന് നീട്ടി. കാര്യം മനസ്സിലായ അലക്സ് കുപ്പി തുറന്ന് അതിലെ നിറമില്ലാത്ത ദ്രാവകം പഞ്ഞിയിലേക്ക് ഒഴിച്ചു. ശേഷം പളനിയുടെ മുഖത്തമർത്തി ക്ലോറോഫോം. നിമിഷങ്ങൾക്കുള്ളിൽ അബോധാവസ്ഥയിലായ അയാൾ സ്കോർപിയോയുടെ സീറ്റിലേക്ക് ചാഞ്ഞു. ഇനി അലക്സ് ഇറങ്ങിക്കോ, മറ്റുള്ളവരുടെ കൂടെ ബസ്സിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ ആളിൻ്റെ കണക്ക് തെറ്റും. ശരി സാർ. അലക്സ് വണ്ടിയിൽ നിന്നിറങ്ങി ഹാരിസിൻ്റെയും സുരേഷിൻ്റെയും ഹേമന്തിൻ്റെയും ഒപ്പം ചേർന്നു. എല്ലാ ഡാമുകളിലും ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിലും ചെക്കിംഗ് ഉണ്ട്. ഇങ്ങോട്ട് വന്നത്രയും ആളുകൾ മടങ്ങിപ്പോയിട്ടുണ്ടോയെന്ന് നോക്കും. ആളുകളുടെ മുഖമൊന്നും അവർ ഓർത്തിരിക്കാനിടയില്ലെന്ന് അലക്സിനറിയാം. അവൻ മറ്റുള്ളവർക്കൊപ്പം ഗവി പാർക്കിൻ്റെ ഭാഗത്തേക്ക് നടന്നുപോയി. ഇങ്ങോട്ട് വന്ന ബസ് മടങ്ങിപ്പോകുമ്പോഴാണ് അവരുടെയും തിരിച്ചുള്ള യാത്ര. അപ്പോൾ നമുക്ക് നീങ്ങാം ആദി, സക്കീർ മുഹമ്മദ് പറഞ്ഞു. ശരി സർ. ആദിത്യൻ അവിടെയിട്ട് സ്കോർപിയോ തിരിച്ചു. മടക്കയാത്ര. രാത്രി 8 മണി. പുതുക്കുളം. ആദിത്യനെയും SI സക്കീർ മുഹമ്മദിനെയും CI ആൽവിൻ ആൻ്റണിയുടെ ഗുണ്ടകൾ തല്ലിച്ചതച്ച അതേ കെട്ടിടം. പഴകിയ ആ കെട്ടിടത്തിനുള്ളിൽ ഒരു പൊളിഞ്ഞ മേശപ്പുറത്ത് 2 മെഴുകുതിരികൾ കത്തിച്ചു വച്ചിരുന്നു. ആദ്യത്തിനെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് തറയിലിരിക്കുകയാണ് ഗവി സ്വദേശിയായ പളനി. അയാൾക്ക് മുന്നിൽ ഒരു കസേരയിൽ സക്കീർ മുഹമ്മദുണ്ട്. സക്കീറിന് പിന്നിൽ ആദിത്യനും സംഘവും. ഇത്രയും നേരമായിട്ടും എന്തെങ്കിലും സംസാരിക്കാനോ ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കാനോ കഴിഞ്ഞിട്ടില്ല പളനിക്ക്. ദയനീയമായി മിഴികളുയർത്തി അയാൾ അവരെ നോക്കി. പോക്കറ്റിൽ നിന്ന് കൈകൾ പോലും വലിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ. പളനിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം ആദിത്യന് മനസ്സിലായി. വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറഞ്ഞു, പളനിയെ, ഇതിലും ഭയങ്കരമായിരുന്നല്ലോടാ എൻ്റെ അവസ്ഥ. നീയൊന്ന് ഓർത്തു നോക്കിക്കേ. ഒരിറ്റു വെള്ളം പോലും തരാതെ നീയൊക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ എന്നെ ഇവിടെയിട്ട് തല്ലിച്ചതച്ചു. എൻ്റെ മുന്നിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത് എന്നെ കൊതിപ്പിച്ചു. ഈ സക്കീർ സാറിനെ തല്ലിച്ചതച്ച് വാരിയല്ലുകളൊടിച്ചു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല പളനി. ആദിത്യൻ നിർത്തിയെടുത്തു നിന്ന് സക്കീർ മുഹമ്മദ് തുടർന്നു. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, എത്ര വലിയ ക്രൈം ചെയ്താലും ഊരിപ്പോരാമെന്ന്. കാക്കിയണിഞ്ഞ ഞങ്ങളുടെ മേലാളന്മാരും രാഷ്ട്രീയത്തിൽ പുഴുത്തുനാറിയ കുപ്പായമിട്ടവരും നിന്റെയൊക്കെ രക്ഷയ്ക്കെത്തുമെന്ന്. അഥവാ ജയിലിൽ കിടക്കേണ്ടി വന്നാലും തോന്നുമ്പോഴൊക്കെ പരോൾ അനുവദിച്ചു കിട്ടും. അല്ലെങ്കിൽ തിന്നുകൊഴുത്ത് അവിടെ സുഖജീവിതം, VIP ട്രീറ്റ്മെൻറ്റ്. പക്ഷേ എന്നെപ്പോലെ നല്ല ബാപ്പയ്ക്ക് പിറന്ന പോലീസുകാർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ലടാ. സക്കീർ മുഹമ്മദ് അന്തക്ഷോഭം വർദ്ധിച്ചതുപോലെ ഒന്ന് നിർത്തിയ ശേഷം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് 2 കവിൾ പുക വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇതൊക്കെ കണ്ടാലും ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല. അതൊരു യോഗം, അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ പിടിപ്പുകേട്. എന്നാൽ എൻ്റെ ശൈലി വേറെയാടകൂവേ. 4-5 കൊലക്കയർ കഴുത്തിൽ മുറുകാനുള്ളത്ര കുറ്റകൃത്യങ്ങൾ നീയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊന്നും മാപ്പ് തന്നുകൂടുന്ന ഞങ്ങളുടെ തീരുമാനം. നിന്നെയൊന്നും ജീവിക്കാൻ അനുവദിക്കരുതെന്ന്. പളനിയുടെ മുഖം പേടികൊണ്ട് വിളറി. അപ്പോൾ ഹാരിസ് സംസാരിച്ചു. ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഇരട്ടിയ ഞങ്ങളുടെ കണക്ക്. ആദിത്യനെ കുഴിച്ചിടാൻ നിങ്ങളുണ്ടാക്കിയ ഒരു കുഴി പുറത്തുണ്ടല്ലോ, അത് ഞങ്ങൾ വേസ്റ്റാക്കത്തില്ല. ഇതാടാ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്, അവനവനുള്ള ശവക്കുഴി അവനവൻ തന്നെ തോണ്ടുമെന്ന്. ഇങ്ങനെ സംസാരിച്ച് സമയം കളഞ്ഞാൽ മതിയോ? ഹേമന്ത് ആദിത്യനെ നോക്കി. അവൻ സക്കീർ മുഹമ്മദിനെയും എൻ്റെ 2 വാരിയല്ലുകളാ ഇവന്മാർ ഓടിച്ചത് അയാൾ ഓർമ്മപ്പെടുത്തി. അപ്പോൾ പളനിയുടേത് 4 ഒടിയണം പറഞ്ഞുകൊണ്ട് ആദിത്യൻ തങ്ങൾ കരുതിയിരുന്ന ഇരുമ്പ് ദണ്ഡ എടുത്തു. സാറ് തുടങ്ങുന്നോ അതോ ഞാൻ തന്നെ ആ കർമ്മം അങ്ങ് പൂർത്തിയാക്കാനോ? എൻ്റെ വേദന ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല, അതുകൊണ്ട് നീ തന്നെ അങ്ങ് ചെയ്യ്. എരിഞ്ഞു തീർന്ന സിഗരറ്റ് കുറ്റി സക്കീർ മുഹമ്മദ് ഞെരടിയെറിഞ്ഞു. ഞാനൊന്ന് കാണട്ടെടാ. വാരിയല്ലൊടിയുമ്പോൾ ഇവൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവം. ചുണ്ടുകൾ ഒട്ടിയിരിക്കുകയാണെങ്കിലും ഇവൻ്റെ ഹൃദയത്തിലെ വിലാപവും ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ തിരിച്ചറിവും എനിക്ക് മുഖത്തുനിന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ സാർ. ആദിത്യൻ മുന്നോട്ട് നീങ്ങി. ഒറ്റച്ചവിട്ടിന് പളനിയെ തറയിലേക്ക് മറിച്ചു അവൻ. താൻ അനുഭവിക്കേണ്ടി വന്ന പീഡന പരമ്പരകൾ അവൻ്റെ മനസ്സിലൂടെ പാഞ്ഞുപോയി. അതോടെ ആദിത്യൻ്റെ മുഖം വലിഞ്ഞു. കയ്യിലിരുന്ന ഇരുമ്പ് ദണ്ടിൽ പിടിമുറുക്കി. ഒറ്റയടി. പളനിയുടെ നെഞ്ചിൽ നിന്ന് റബ്ബർ കമ്പ് ഒടിയുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. 1. സക്കീർ മുഹമ്മദ് എണ്ണി. പളനി തറയിൽ കിടന്ന് വെട്ടിപ്പൊളിഞ്ഞു. അയാളുടെ നിലവിളി മൂക്കിലൂടെ പുറത്തു ചാടി.
അതൊരു ചാവുമൃഗത്തിൻ്റേതുപോലെയായിരുന്നു. വീണ്ടും വീണ്ടും ഇരുമ്പുദണ്ട് ഉയർന്നു താണു. 5 ഒരെണ്ണം പലിശയുമായി, സക്കീർ മുഹമ്മദ് പറഞ്ഞു. ആദിത്യൻ അടി നിർത്തി. കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയ ചീങ്കണ്ണിയെപ്പോലെ പളനി പൊളഞ്ഞുകൊണ്ടിരുന്നു. അയാളെ അവിടെ ഉപേക്ഷിച്ച് അവർ പുറത്തിറങ്ങി വാതിലടച്ചു. അടുത്ത ദിവസം, അന്ന് ന്യൂ ഇയറിൻ്റെ തലേന്നായിരുന്നു. ആസിഡ് അയ്യപ്പൻ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ തൻ്റെ സുഹൃത്തുക്കളെ ന്യൂ ഇയർ ആഘോഷത്തിനായി മാവേലിക്കരയ്ക്ക് ക്ഷണിച്ചിരുന്നു. ഉച്ചയോടെ ഉടുമ്പ് റസാക്കും മുച്ചിട്ടു വിക്രമനും എത്തി. പളനി വരാൻ വൈകിയേക്കും, ഗവിയിൽ നിന്ന് പുറത്തു കിടക്കണ്ടേ, ഉടുമ്പ് റസാക്ക് പറഞ്ഞു. ആസിഡ് അയ്യപ്പൻ്റെ തട്ടാരമ്പലത്തിനടുത്തുള്ള വീട്ടിലായിരുന്നു എല്ലാവരും. പിന്നിലുള്ള കുളം മോട്ടോർ വച്ച് പറ്റിക്കുകയാണ്. അതിൽ നിറയെ മീനുകളുണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്ക് നാടൻ മത്സ്യം കൊണ്ടുള്ള വിരുന്നാണ് അയ്യപ്പൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പളനി വരുമ്പോഴേക്ക് നമുക്കെല്ലാം ഒരുക്കി വയ്ക്കാം. അതിൻ്റെ മുന്നൊരുക്കമായി ഇപ്പോൾ ഒരു കുപ്പി പൊട്ടിക്കാം. ഉടുമ്പ് റസാക്ക് നാവ് നീട്ടി ചുണ്ടു നനച്ചു. പിന്നെന്താ? ആസിഡ് അയ്യപ്പൻ അടുക്കള ഭാഗത്തേക്ക് നോക്കി വിളിച്ചു. ലളിതേ. ഓ. അവിടെ നിന്ന് വിളി കേട്ടു. വറുത്ത മീനിൻ്റെ ഗന്ധവും വരുന്നുണ്ട്. കുളത്തിൽ നിന്ന് ആദ്യം വലയിട്ട് വീശിപ്പിടിച്ച വരാലിനെ ഫ്രൈ ചെയ്യുകയായിരുന്നു ലളിത. വല്ലതും ആയോടി? അയ്യപ്പൻ ചോദിച്ചു. ദേ വരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്ലേറ്റിൽ നിറയെ വരാൽ വറുത്തതും 3 ഗ്ലാസുകളും കൊണ്ടുവച്ചു ലളിത. കറുത്തു തടിച്ച ഒരു സ്ത്രീ, കയ്യിലും കഴുത്തിലും കട്ടിയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അവർക്ക് കറുത്ത നിറമായതിനാൽ ആഭരണങ്ങൾ എടുത്തു കാണാം. ആഹാ. ചൂടുള്ള ഒരു കഷ്ണം മീനെടുത്ത് രുചിച്ചു നോക്കിയിട്ട് മുച്ചീട്ടു വിക്രമൻ ലളിതയെ അഭിനന്ദിച്ചു. കൊള്ളാം, ഇങ്ങനെ വേണം മീൻ വറുക്കാൻ. ലളിത തടിച്ച മാറുകുലുക്കി ചിരിച്ചു. ഓ, അത്രയ്ക്ക് നന്നായിട്ടൊന്നുമില്ല. നീ ആ കുപ്പിയും കൂടി ഇങ്ങോട്ടെടുക്കടി. ഈ കൊതിയന്മാർ മോഹം തീർക്കട്ടെ. ലളിത അകത്തേക്ക് പോയി. നിമിഷത്തിനകം 2 കുപ്പി നാടൻ വാറ്റുചാരായം കൂടി കൊണ്ടുവച്ചു. പിന്നെ മടങ്ങി. ആസിഡ് അയ്യപ്പൻ ഒരു കുപ്പിയെടുത്ത് അതിൽ തിരികെ അടച്ചിരുന്ന വാഴയില കടിച്ചൂരി. പിന്നെ റസാക്കിന് നീട്ടി. ഒന്ന് മണത്ത് നോക്കിക്കേടാ. ന്യൂ ഇയർ സ്പെഷ്യലാ ലളിതയുണ്ടാക്കിയത്. തെങ്ങിൻ കൂമ്പ് ഇടിച്ചിട്ടത്, പൈനാപ്പിൾ, മുന്തിരി, കദളിപ്പഴം, പിന്നെ കുറച്ച് അങ്ങാടി മരുന്നുകളും ചേർത്തതാ. കുടിക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല. അരമണിക്കൂർ കഴിയുമ്പം കളി മാറും. റസാക്ക് കുപ്പി വാങ്ങി മണത്ത് നോക്കി. നേരാടാ, ഇത് ചാരായമാണെന്ന് തോന്നത്തേയില്ല. അങ്ങാടി മരുന്നിൻ്റെ മണമേയുള്ളൂ. അയാൾ അത് 3 ഗ്ലാസുകളിൽ പകർന്നു. ചിയേഴ്സ്. മൂവരും ഗ്ലാസ് ഉയർത്തി കൂട്ടിമുട്ടിച്ചു. പിന്നെ ഒറ്റവലിക്ക് അകത്താക്കിയിട്ട് വറുത്ത വരാൽ പീസുകളെടുത്ത് കടിച്ചു തിന്നു. ഈ കോമ്പിനേഷൻ നല്ലതാ, വിക്രമൻ സമ്മതിച്ചു. 15 മിനിറ്റ് കൊണ്ട് അവർ 2 കുപ്പികളും തീർത്തു. പതിയെ പതിയെ ലഹരി തലയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്നു. ആ പന്നത്തെണ്ടിയെ ഒന്ന് വിളിച്ചടാ. മുച്ചിട്ട് വിക്രമൻ ഉടുമ്പ് റസാക്കിനെ നോക്കി. എവിടെ എത്തിയെന്നെങ്കിലും അറിയാമല്ലോ. റസാക്ക് തൻ്റെ ഫോണിൽ പളനിയുടെ നമ്പർ കുത്തി. ഔട്ട് ഓഫ് കവറേജ്. അവൻ ഗവിയിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അതുകൊണ്ടാ റേഞ്ചില്ലാത്തത്. റസാക്ക് ഫോൺ മേശപ്പുറത്തേക്കിട്ടു. അവൻ വരുമ്പോൾ വരട്ടെ. നമുക്കും കൂടി മീൻ പിടിക്കാൻ ഇറങ്ങിയാലോ? റസാക്കിന് ഒരാഗ്രഹം. അതിന് നിനക്കാ പണി അറിയാമോ? കുട്ടിക്കാനത്ത് എവിടെയാടാ മീനിരിക്കുന്നത്? വിക്രമൻ കളിയാക്കി. ഓ പിന്നെ, കടമ്പനാട്ട് മീനുകൾ കുത്തിമറിയുകയല്ലേ? റസാക്ക് തിരിച്ചടിച്ചു. അല്ലെങ്കിലും മീൻ പിടിക്കുന്നത് ഒരു രസമാ, പ്രത്യേകിച്ചും ഇച്ചിരി വീശിക്കഴിയുമ്പോൾ. വരുന്നടാ. ആസിഡ് അയ്യപ്പൻ എഴുന്നേറ്റു. സുഹൃത്തുക്കൾക്ക് മാറ്റിധരിക്കാൻ അയാൾ വസ്ത്രങ്ങൾ നൽകി. എല്ലാവരും കുളക്കരയിലെത്തി. വെള്ളം മുക്കാലും വറ്റിക്കഴിഞ്ഞിരുന്നു. ജലനിരപ്പ് കുറയുന്നതനുസരിച്ച് കുളത്തിൽ പുളഞ്ഞു മറിയുകയാണ് മീനുകൾ. കരിമീനും തിലോപ്പിയയും കല്ലേമുട്ടിയും കാരിയുമൊക്കെ കാണും. അയ്യപ്പൻ അറിയിച്ചു. പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരിയുടെ കുത്തേറ്റാൽ ഇന്നത്തെ കാര്യം തീർന്നു. മോട്ടോർ ഉടമകളായ 2 ചെറുപ്പക്കാർ കുളക്കരയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പൂവരശ മരത്തിൽ ചാരിയിരിപ്പുണ്ട്. അയ്യപ്പനും കൂട്ടുകാരും 2 ബക്കറ്റുകളുമായി കുളത്തിലേക്കിറങ്ങി. മീനുകൾ പ്രാണഭീതിയോടെ വഴുതി മാറുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ചെളിയും വെള്ളവും തെറിച്ചു വീണുകൊണ്ടിരുന്നു. ഒരുപാട് മീനുണ്ടായിരുന്നു. കുറേയേറെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് മടുത്തു. വെള്ളത്തിൽ നിന്നതിനാൽ മദ്യലഹരിയും അടങ്ങി. അവർ തിരിച്ചു കയറി. കുളി കഴിഞ്ഞു വന്നപ്പോൾ വീണ്ടും മീൻ വറുത്തതും കറി വെച്ചതും മുന്നിൽ കൊണ്ടുവച്ചു ലളിത. ഒപ്പം ചപ്പാത്തിയും മദ്യക്കുപ്പികളും. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസാക്ക് മേശപ്പുറത്തിട്ടിരുന്ന തൻ്റെ ഫോൺ എടുത്തു നോക്കി. അതിൽ 6 മിസ്ഡ് കോളുകൾ. പളനിയുടെ നമ്പറിൽ നിന്ന്. നായിൻ്റെ മോൻ വന്നിറങ്ങി. സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് റസാക്ക് ആ നമ്പറിലേക്ക് കോൾ അയച്ചു. 3ാമത്തെ ബെല്ലിന് അപ്പുറത്ത് കോളെടുത്തു. വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ നീ എവിടെയെങ്കിലും പോയി തൊലഞ്ഞെന്ന് ഞങ്ങൾ കരുതിയല്ലോടാ. റസാക്ക് ചിരിച്ചു.
എന്നാൽ അപ്പുറത്തുനിന്ന് കേട്ടത് ഒരു സ്ത്രീ ശബ്ദമാണ്. പളനിയല്ല, ഭാര്യ. അങ്ങേരിന്നലെ നിങ്ങളുടെ കൂടെ പോന്നപ്പം ഫോൺ എടുത്തില്ല. എന്ത്? അമ്പരപ്പോടെ റസാഖ് പാത്രത്തിലേക്ക് കൈ കുടഞ്ഞു. ആ ഭാവമാറ്റം കണ്ട് മറ്റുള്ളവരുടെയും നെറ്റിച്ചുളിഞ്ഞു. എന്താടാ? ആസിഡ് അയ്യപ്പൻ അയാളെ സൂക്ഷിച്ചു നോക്കി. പറയാമെന്ന് ആംഗ്യം കാണിച്ചിട്ട് റസാഖ് ഫോണിൽ ചോദിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വന്നില്ലല്ലോ, പിന്നെങ്ങനാ അവൻ ഞങ്ങളുടെ കൂടെ പോന്നത്? അപ്പോൾ പിന്നെ വന്നതാരാ? അവർ 3 പേരുണ്ടായിരുന്നു. സുഹൃത്തുക്കളാണെന്ന് ഇവിടെയുള്ള ഒരമ്മയോട് പറയുകയും ചെയ്തു. അവർ കെട്ടിപ്പിടിച്ച റോഡിലേക്ക് പോയത്. ഞാൻ കരുതി നിങ്ങളായിരിക്കുമെന്ന്. റസാഖ് ആകെ കൺഫ്യൂഷനിലായി. പളനിയുടെ സുഹൃത്തുക്കൾ. അങ്ങനെ അയാൾക്ക് കൂട്ടുകാരുള്ളതായി റസാഖിന് അറിയില്ല. കൊട്ടേഷൻ പണിക്ക് പോകുന്നവരായതിനാൽ അധികം ആരുമായും ചങ്ങാത്തം കൂടാറില്ല. നീ അവരെ കണ്ടില്ലേ? റസാഖ് വീണ്ടും പളനിയുടെ ഭാര്യയോട് തിരക്കി. ഇല്ല, എസ്റ്റേറ്റിൽ പണിക്ക് പോയതായിരുന്നു ഞാൻ. ശരി, ഇപ്പം നീ ഫോൺ വെച്ചോ, ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാം. റസാഖ് കോൾ മുറിച്ചു. വിക്രമനും അയ്യപ്പനും ഉദ്വേഗത്തോടെ ഇരിക്കുകയായിരുന്നു. എന്താടാ പ്രശ്നം? വിക്രമൻ തിടുക്കപ്പെട്ടു. റസാഖ് കാര്യം പറഞ്ഞു. അതോടെ അവരും ആലോചനയിലായി. പളനിയുടെ കൂട്ടുകാർ. അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് റോഡിലേക്ക് പോകണമെങ്കിൽ അത്രയ്ക്ക് അടുപ്പമുള്ളവർ തന്നെ. ഇനി ആരെങ്കിലും തന്ത്രപൂർവ്വം അവനെ കടത്തിക്കൊണ്ടു പോയതാണോ? ഏയ്, അങ്ങനെയാണെങ്കിൽ സമീപത്തുണ്ടായിരുന്ന സ്ത്രീക്ക് എന്തെങ്കിലും സൂചന കൊടുത്തേനെ. അവർക്കിടയിൽ മൗനം തിങ്ങി. അത് മുറിച്ചത് ആസിഡ് അയ്യപ്പനാണ്. പേടിക്കാനൊന്നുമില്ല. പളനി ആരാ മോൻ? ചിലപ്പോൾ നമുക്കൊരു സസ്പെൻസ് തരാൻ വേണ്ടി അവൻ കൂട്ടുകാരെയും കൂട്ടി ഇങ്ങോട്ട് വന്നെന്നിരിക്കും. അത് ശരിയായിരിക്കുമെന്ന് മറ്റുള്ളവർക്കും തോന്നി. സമയം സന്ധ്യ. രാത്രിയിൽ പൊട്ടിക്കാനുള്ള പടക്കങ്ങൾ മാവേലിക്കരയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു അയ്യപ്പൻ. കൂട്ടുകാർ 3 പേരും നല്ല ഫോമിലായിരുന്നു. കൃത്യം 12 മണിക്ക് നമ്മൾ പടക്കം കത്തിക്കാൻ തുടങ്ങും. പിന്നെ നേരം വെളുക്കും വരെ അയൽവക്കത്തുള്ള ഒറ്റയൊരുത്തിനെയും ഉറക്കരുത്. വിക്രമൻ തൻ്റെ ആശയം വ്യക്തമാക്കി. എന്നാലും ആ പളനി കൂടി വേണ്ടതായിരുന്നു. റസാഖിന് ഇച്ഛാഭംഗം. അവൻ വരും, എനിക്കുറപ്പാ. അയ്യപ്പൻ്റെ വാക്കുകൾ കുഴഞ്ഞു. നമ്മൾ പടക്കം പൊട്ടിക്കുന്നതിന് മുൻപേ അവനെത്തും. അല്ലെങ്കിൽ ഇനി കാണുമ്പം അവൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. അങ്ങനെ നീ ഒറ്റയ്ക്ക് അടിക്കണ്ട, ഞങ്ങളും കൂടി അടിക്കും. വിക്രമൻ പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അത്താഴ സമയമായപ്പോഴേക്കും മൂവർക്കും ഒന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിയായി. കസേരയിൽ ചാരിയിരുന്ന് മയങ്ങുകയാണ് റസാഖ്. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ലളിത നീട്ടിമൂളി. ഇന്ന് മിക്കവാറും പടക്കം പൊട്ടിച്ചതു തന്നെ. പിറുപിറുത്തുകൊണ്ട് അവൾ മുറിയിൽ കയറി കതകടച്ചു. രാത്രി 11:45. ലളിത ഇറങ്ങിവന്ന് 3 പേരെയും വിളിച്ചുണർത്തി. ദേ 12 മണിയാകാൻ പോകുന്നു. മൂവരും എഴുന്നേറ്റു. അപ്പോഴും തല നേരെ നിൽക്കുന്നില്ല. ന്യൂ ഇയർ അല്ലേ? അടുത്ത വർഷത്തേക്കുള്ളതിൻ്റെ ഉദ്ഘാടനം ഇപ്പം തന്നെ നടത്തിയേക്കാം. റസാഖ് കുപ്പിയെടുത്ത് 3 ഗ്ലാസുകളിലേക്ക് പകർന്നു. ഹാപ്പി ന്യൂ ഇയർ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മൂവരും വലിച്ചു കുടിച്ചു. ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് അനിഷ്ടത്തോടെ ലളിത വീണ്ടും മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. സമയമാകുന്നു, പടക്കം പൊട്ടിക്കാം. വലിയ പോളിത്തീൻ കവറുമായി വേച്ചു പോകുന്ന കാലുകളോടെ ആസിഡ് അയ്യപ്പൻ മുറ്റത്തേക്കിറങ്ങി. റസാഖും വിക്രമനും പിന്നാലെ ചെന്നു. പെട്ടെന്ന് റോഡിൽ ഒരു മെറ്റഡോർ വാൻ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങി ഒരാൾ തിടുക്കത്തിൽ മുറ്റത്തെത്തി. അയ്യപ്പൻ സാറ് ആരാ? ഞാനാ പറഞ്ഞുകൊണ്ട് ആസിഡ് അയ്യപ്പൻ കവർ താഴെ വെച്ചു. എന്തു വേണം? ദേ ആ വണ്ടിയിൽ അടിച്ചു ഫിറ്റായി കിടക്കുക നിങ്ങളുടെ കൂട്ടുകാരൻ പളനി. ഒന്ന് പിടിച്ചെടുക്കാൻ സഹായിക്കണം. ഞാൻ പറഞ്ഞില്ലേടാ, ആ പോത്ത് കൃത്യസമയത്ത് വരുമെന്ന്. അയ്യപ്പൻ വേച്ച് വാനിനടുത്തേക്ക് നടന്നു. തൊട്ടുപുറകിൽ ഉടുമ്പ് റസാഖും മുച്ചീട്ടു വിക്രമനും. അധ്യായം 26. വാൻ കിടന്ന ഭാഗത്ത് റോഡിൽ വെളിച്ചമില്ലായിരുന്നു. അയ്യപ്പനും സംഘവും വാനിൻ്റെ പിന്നിലെത്തി. അടുത്ത നിമിഷം അകത്തുനിന്ന് വാതിൽ തുറക്കപ്പെട്ടു. ആസിഡ് അയ്യപ്പനും ഉടുമ്പ് റസാഖും മുച്ചീട്ടു വിക്രമനും അകത്തേക്ക് നോക്കി. അവിടെ ഒരാൾ ഫ്ലോറിൽ കിടക്കുന്നതും സൈഡ് സീറ്റിൽ 2-3 പേർ ഇരിക്കുന്നതും കണ്ടു. വെളിച്ചക്കുറവ് കാരണം ആരുടെയും മുഖം വ്യക്തമല്ല. താൻ വേച്ചു വീഴും എന്ന് തോന്നിയപ്പോൾ അയ്യപ്പൻ വാനിൻ്റെ ഡോറിൽ പിടിച്ചു നിന്നു. നിങ്ങൾ ഇത്രയും പേര് ഇതിനുള്ളിൽ ഇരുന്നിട്ടാണോ ആ പളനിയെ പിടിച്ച് പുറത്തേക്ക് ഇറക്കാത്തത്? അയ്യപ്പൻ അടഞ്ഞു പോകുന്ന കൺപോളകൾ പണിപ്പെട്ട് തുറന്നു. അപ്പോഴേക്കും വിളിച്ചു കൊണ്ടുവന്ന ആൾ മറുപടി നൽകി. ഒന്നും പറയണ്ട അയ്യപ്പൻ സാറേ, എല്ലാം നല്ല ഫിറ്റാ. അപ്പോൾ നിങ്ങളാണോ ഗവിന്ന് പളനിയെ കൂട്ടിക്കൊണ്ടു പോന്നത്? മുച്ചിട്ട് വിക്രമൻ തിരക്കി. അതേന്നെ. നിങ്ങൾ തമ്മിലുള്ള പരിചയം എങ്ങനാ? ചോദ്യം ഉടുമ്പ് റസാഖിൻ്റേതായിരുന്നു. പണ്ടത്തെ ബന്ധമാ. പിന്നെ ഒത്തിരി കാലം ഞങ്ങൾ കണ്ടില്ല.
അവസാനം അറിഞ്ഞത് പളനി ഗവിയിലുണ്ടെന്ന്. വർത്തമാനം പറഞ്ഞത് മതിയിടാ. പടക്കം പൊട്ടിക്കാനുള്ള സമയം കഴിഞ്ഞു. വേഗം അവനെ ഇങ്ങോട്ട് പിടിച്ചിറക്ക്. അയ്യപ്പൻ തിടുക്കം കൂട്ടി. റസാക്കും വിക്രമനും മറ്റഡോർ വാനിലേക്ക് പണിപ്പെട്ട് കയറി. എടാ ഇങ്ങോട്ട് എണീരടാ. അവർ ഫ്ലോറിൽ കിടന്ന മനുഷ്യനെ വലിച്ചു പൊക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. അയ്യപ്പ നീയും കൂടെ കയറി വാ, റസാക്ക് വിളിച്ചു. വല്ല വിധേനയും അയ്യപ്പനും അകത്ത് കയറി. പുറത്തു നിന്നിരുന്ന ആളും അകത്തേക്ക് കുതിച്ചു കയറി ഡോർ അടച്ചു. അടുത്ത നിമിഷം വാൻ സ്റ്റാർട്ടായി. ഇതെന്നാ പണിയാടാ, എന്തിനാ ഡോർ അടച്ചത്? അയ്യപ്പൻ തിരിഞ്ഞു നോക്കി. നമുക്ക് പോകണ്ടേ, ഡോർ അടയ്ക്കാതിരുന്ന താഴെ വീഴത്തില്ലേ? പുറത്തുനിന്ന് കയറി വന്ന ആൾ പറഞ്ഞു. വാൻ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. ബാലൻസ് തെറ്റി അയ്യപ്പനും സുഹൃത്തുക്കളും സൈഡിലിടിച്ചു. ഇതെന്നാ തോന്നിയവാസമാടാ പട്ടികളെ. അവിടെ കിടന്നുകൊണ്ട് റസാക്ക് ചീറി. അത്രയും സമയം ഫ്ലോറിൽ കിടന്ന ആൾ മിന്നൽ വേഗത്തിൽ ചാടി എഴുന്നേറ്റു. ആദ്യത്തിനായിരുന്നു അത്. തോന്നിയാസമല്ല ആശാനെ, നമുക്ക് പടക്കം പൊട്ടിക്കണ്ടേ? നിങ്ങളുടെ ചെവിയിൽ തന്നെ പൊട്ടിച്ചു തരാം. അവൻ ചിരിച്ചു. വാൻ ഓടുന്നതിനാലും കാലുകൾ നിലത്തുറയ്ക്കാഞ്ഞതിനാലും അയ്യപ്പനും സംഘത്തിനും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. പടക്കത്തേക്കാൾ ഉച്ചത്തിൽ ഒരടി. ആസിഡ് അയ്യപ്പൻ വട്ടം കറങ്ങി തറയിൽ മുഖമടിച്ചു വീണു. പടക്കത്തിന് സൗണ്ടുണ്ടോ അയ്യപ്പ? ആദ്യത്തിൻ കൈ ഉടഞ്ഞു. ഇത്തിരി കുറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം. കുറച്ചുകൂടി ഉച്ചത്തിൽ സൗണ്ട് കേൾപ്പിക്കാൻ ശ്രമിക്കാം. പണിപ്പെട്ട് മുഖം തിരിച്ച് അയ്യപ്പൻ മുകളിലേക്ക് നോക്കി. അയാളുടെ മദ്യലഹരി അല്പം കുറഞ്ഞിരുന്നു. മുറിയിൽ 2 മെഴുകുതിരികൾ കത്തി നിൽക്കുന്നു. ഈ മുറി പരിചയമുള്ളതാണല്ലോ എന്ന് അയാൾക്ക് തോന്നി. പിന്നെ പെട്ടെന്നുണ്ടായ ഓർമ്മയിൽ ഒന്ന് ഞെട്ടി. പുതുക്കുളത്തെ കെട്ടിടം. ഇവിടെ വെച്ചാണ് ആദിത്യനെയും SI സക്കീർ മുഹമ്മദിനെയും തങ്ങൾ തല്ലിച്ചതച്ചത്. തൻ്റെ മുന്നിൽ മഹാമേരു പോലെ നിൽക്കുന്ന മനുഷ്യൻ്റെ മുഖം ഇപ്പോൾ മാത്രമേ അയ്യപ്പൻ ശ്രദ്ധിച്ചുള്ളൂ. ആദിത്യൻ. അയാളുടെ ചുണ്ടുകൾ അനങ്ങി. അവൻ മാത്രമല്ലടാ, ഞാനുമുണ്ട്. ആദിത്യൻ്റെ പിറകിൽ നിന്ന് ശബ്ദം കേട്ടു. പേടിയോടെ അയ്യപ്പൻ്റെ കണ്ണുകൾ അവിടേക്ക് നീണ്ടു ചെന്നു. മുഖത്തിൻ്റെ പകുതിക്ക് മാത്രമേ വെളിച്ചം പതിക്കുന്നുള്ളെങ്കിലും കസേരയിലിരുന്ന ആളിനെ അയാൾ തിരിച്ചറിഞ്ഞു. സക്കീർ സാറ്. മന്ത്രിച്ചുകൊണ്ട് അയ്യപ്പൻ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. കൈകാലുകൾ കെട്ടിയിരിക്കുകയാണ്. റസാക്കും വിക്രമനും എവിടെയാണെന്നറിയാതെ അയാൾ പകച്ചു. വാനിൽ നിന്ന് എല്ലാവരെയും ഒന്നിച്ചാണ് വലിച്ചിറക്കിയത്. സമീപത്ത് ആരോ ശ്വാസം മുട്ടി പിടയുന്നത് പോലെ തോന്നിയ അയ്യപ്പൻ ഒന്ന് തിരിഞ്ഞു. അവിടെ ഒരാൾ കിടക്കുന്നത് അയാൾ അറിഞ്ഞു. അത് നിന്റെ കൂട്ടുകാരനാടാ, പളനി. ആദിത്യനറിയിച്ചു. അയ്യപ്പനിൽ അടുത്ത ഞെട്ടൽ. ഈ സമയം പുറത്തുനിന്ന് ചാക്കുകെട്ടുകൾ കണക്കെ 2 പേർ അകത്തേക്ക് വന്ന് തല്ലി അലച്ചു വീണു. ഉടുമ്പ് റസാഖും മുച്ചീട്ടു വിക്രമനും. അവരും ബന്ധനത്തിലായിരുന്നു. കൊല്ലരുത് സാറേ. അയ്യപ്പൻ ഞരങ്ങി. തൽക്കാലമില്ല. പക്ഷെ നിന്റെയൊക്കെ നാവിൽ നിന്ന് ഞങ്ങൾക്ക് ചിലത് കേൾക്കണം. എല്ലാം ഞങ്ങൾക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരു തെളിവുണ്ടായിരിക്കണമല്ലോ. അതിനു വേണ്ടിയാ. SI സക്കീർ മുഹമ്മദ് ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് വാതിൽക്കലേക്ക് നോക്കി വിളിച്ചു. ഹാരിസേ. പെട്ടെന്ന് സുരേഷിനും ഹേമന്തിനുമൊപ്പം ഹാരിസ് അകത്തെത്തി. മൊബൈലിൽ വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്ത് അവൻ തറയിൽ കിടക്കുന്നവർക്ക് നേരെ പിടിച്ചു. ആദി. SIയുടെ വിളിയുടെ അർത്ഥം അവന് മനസ്സിലായി. തറയിൽ കിടക്കുന്നവർക്കരികെ അവൻ കുത്തിയിരുന്നു. ഇനി വിട്ടുപോകാതെ എല്ലാം പറഞ്ഞോ. CI ആൽവിൻ ആന്റണി നിങ്ങളെ എത്ര കൊട്ടേഷൻ വർക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്? അത് എവിടെയൊക്കെയാണ്? അയാൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഒന്നും വിട്ടുപോകരുത്. അയ്യപ്പനോ സുഹൃത്തുക്കളോ അനങ്ങിയില്ല. നോക്ക്, ഞങ്ങളിൽ നിന്ന് ദയയുടെ ഒരു കണിക പോലും പ്രതീക്ഷിക്കണ്ട. എത്രയും വേഗത്തിൽ പറഞ്ഞാൽ പീഡനങ്ങൾ അത്രയും കുറയും. ഏതായാലും നിങ്ങളെ കൊല്ലണോ വളർത്തണോ എന്ന് തീരുമാനിക്കുന്നത് ഇനി ഞങ്ങൾ മാത്രമാ. ഞങ്ങൾ വിചാരിക്കാതെ ഒരു രക്ഷപ്പെടലും നിങ്ങൾക്കില്ല. ആദിത്യൻ പറഞ്ഞു നിർത്തി. അപ്പോഴും ആർക്കും പ്രതികരണമില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാ എനിക്കും ഇഷ്ടം. ക്രൂരമായ ഒരു ചിരിയോടെ ആദിത്യൻ പിന്നിലേക്ക് കൈനീട്ടി. അലക്സ് ഒരു ഇരുമ്പ് ദണ്ട് ആ കൈവെള്ളയിലേക്ക് വെച്ചുകൊടുത്തു. പിന്നെ ചോദ്യമില്ലായിരുന്നു. ആദി ദണ്ടുയർത്തി ഒറ്റയടി. അയ്യപ്പൻ്റെ കാൽമുട്ടിൽ. മൺകലം ഉടയുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. ചാവു മൃഗത്തെപ്പോലെ അയ്യപ്പൻ വായ് പിളർന്നു. മനസ്സുപോലെ കരയാം. അതിനുള്ള അനുവാദം തന്നിരിക്കുന്നു. കാരണം ഇവിടേക്കാരും വരത്തില്ലെന്ന് നിനക്കൊക്കെ നേരത്തെ അറിയാമല്ലോ. ആദിത്യൻ വീണ്ടും ദണ്ടുയർത്തി. തല്ലല്ലേ, ഞാൻ പറയാം. ഒരു വിലാപമായി ഉടുമ്പ് റസാക്കിൻ്റെ ശബ്ദം പുറത്തു ചാടി. മതി, ആരേലും പറഞ്ഞാൽ മതി. അയ്യപ്പൻ തന്നെ പറയണമെന്ന് ഞങ്ങൾക്ക് പിടിവാശിയൊന്നുമില്ല. ആദിത്യൻ എഴുന്നേറ്റു. സെൽഫോണുമായി ഹാരിസ് മുന്നോട്ടടുത്തു നിന്നു. റസാക്ക് എല്ലാം പറഞ്ഞു. 1 ഡസനോളം കൊട്ടേഷനുകൾ ആൽവിൻ ആന്റണിക്ക് വേണ്ടി മാത്രം.
അതിൽ 5 കൊലപാതകങ്ങൾ, കിഡ്നാപ്പിങ്ങും അംഗച്ഛേദവും വേറെ. എല്ലാം കേട്ട് സ്തംഭിച്ചിരിക്കുകയായിരുന്നു SI സക്കീർ മുഹമ്മദ്. അവസാനം ഇനി ഞങ്ങൾക്ക് തന്നതിൻ്റെ മുതലും പലിശയും കൂട്ടുപലിശയും പറഞ്ഞുകൊണ്ട് ആദിത്യൻ വീണ്ടും ഇരുമ്പുദണ്ട് ഉയർത്തി. CI ആൽവിൻ ആൻ്റണി നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് സെൽഫോൺ ശബ്ദിച്ചു. ഞെട്ടിയുണർന്ന് അയാൾ ചുറ്റും നോക്കി. കയ്യെത്തുന്ന അകലത്തിലുള്ള ടീപ്പോയിൽ നീല വെളിച്ചം മിന്നുന്നു. ഈ നേരത്ത് ഏതവനാ? പിറുപിറുത്തുകൊണ്ട് അയാൾ കൈനീട്ടി ഫോണെടുത്തു. ആസിഡ് കോളിംഗ്. ആൽവിൻ ആൻ്റണിക്ക് ദേഷ്യം വന്നു. നായിൻ്റെ മോൻ അടിച്ച് ഫിറ്റായിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിളിക്കുന്നതാവും. അമർഷത്തോടെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. പറയടാ അയ്യപ്പ. സ്വാമി ശരണം. അപ്പുറത്തുനിന്ന് കേട്ടത് അപരിചിത ശബ്ദം. CIയുടെ നെറ്റി ചുളിഞ്ഞു. നീ ആരാ? അയ്യപ്പൻ്റെ ഒരു ഭക്തനാണേ. മല കയറാൻ ഒരുങ്ങി നിൽക്കുക. മറുപടി വന്നു. ആൽവിന് ആകെ പുകഞ്ഞു കയറി. പാതിരാത്രിക്ക് വിളിച്ച് ഭ്രാന്ത് പറയുന്നോടെ റാസ്കൽ. അയ്യോ, മല കയറുന്നത് ഭ്രാന്താണു സാറേ. അതും സാറിൻ്റെ പ്രിയപ്പെട്ട അയ്യപ്പനെ കാണാൻ. ശബ്ദത്തിലെ പരിഹാസം CI തിരിച്ചറിഞ്ഞു. നീ ആരാണെന്ന് പറയടാ. പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല സാറേ. സാറ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതല്ലേയുള്ളൂ. കാൽമുട്ടിൻ്റെ ചിരട്ട വരവല്ലേ. ആൽവിൻ ആൻ്റണിയുടെ കടപ്പല്ല് ഞെരിഞ്ഞു. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോടാ? പിന്നെ CI വിളിച്ചത് ഒരു പച്ചത്തെറിയാണ്. അപ്പുറത്തുനിന്ന് ചിരി കേട്ടു. ഒക്കെ അറിയാം. അത് പോട്ടെ, ഇപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് സാറിന് അയക്കുന്നുണ്ട്. കോൾ മുറിഞ്ഞു. അടുത്ത നിമിഷം വാട്സാപ്പിൽ എന്തോ മെസ്സേജ് വന്നതിൻ്റെ ശബ്ദം കേട്ടു. ആൽവിൻ ആൻ്റണി കിടക്കയിൽ കൈകുത്തി എഴുന്നേറ്റിരുന്നു. കാൽമുട്ടിന് ഇപ്പോഴും നേർത്ത വേദനയുണ്ട്. പിച്ച വയ്ക്കും പോലെ നടക്കാം എന്നു മാത്രം. അയാൾ ബെഡ്റൂം ലാമ്പ് തെളിച്ചു. പിന്നെ സമീപത്ത് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ ഒന്ന് നോക്കി. തുടർന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. അതിൽ തെളിഞ്ഞ ചിത്രവും ശബ്ദശകലങ്ങളും കേട്ടപ്പോൾ അയാളുടെ നട്ടെല്ലിനുള്ളിൽ ഒരു വിറയൽ പടർന്നു. ക്ഷണനേരത്തിനകം അയാൾ വിയർപ്പിൽ കുളിച്ചു. ഈ വീഡിയോ പുറംലോകം കണ്ടാൽ ആൽവിൻ ആൻ്റണി കിടുങ്ങിപ്പോയി. അയ്യപ്പനെയും കൂട്ടരെയും കെട്ടിയിട്ടുകൊണ്ടാണ് പറയിക്കുന്നതെങ്കിലും ഒരന്വേഷണം വന്നാൽ ഒക്കെ സത്യമാണെന്ന് തെളിയും. അതോടെ തൻ്റെ ജീവിതം തീർന്നു. എന്തു വേണമെന്നറിയാതെ ആൽവിൻ ആൻ്റണി പകച്ചു. അയാൾക്ക് കഠിനമായ ദാഹം തോന്നി. പക്ഷെ മേശപ്പുറത്തിരിക്കുന്ന ഗ്ലാസ് ജഗ്ഗിൽ തൊടാൻ പോലും ശരീരം അനങ്ങിയില്ല. അടുത്ത നിമിഷം അയ്യപ്പൻ്റെ ഫോണിൽ നിന്ന് വീണ്ടും കോൾ വന്നു. ആൽവിൻ്റെ വിറപൂണ്ട വിരൽ റിസീവിംഗ് ബട്ടണിൽ സ്പർശിച്ചു. ഹലോ. അയാളുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. സംഗതി കണ്ടല്ലോ അല്ലേ? ആരാ അവരെ ചോദ്യം ചെയ്തതെന്നൊക്കെ നേരിൽ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഭയങ്കര രസമായിരിക്കും. പിന്നെ എത്രയും വേഗം അവരെ ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാം. ഒരു കാര്യം സർക്കിൾ മറക്കരുത്. ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാം എന്ന മണ്ടത്തരം കാണിക്കരുതെന്ന്. അങ്ങനെ ചെയ്താൽ ഈ വീഡിയോ നാട്ടുകാർ മുഴുവൻ കാണും. തൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് പോലും കിട്ടത്തില്ല. കാരണം അവന്മാരുടെ കുമ്പസാരത്തിനിടയിൽ ചില നീലയും വന്നു ചേർന്നിട്ടുണ്ട്. ഒരന്വേഷണം വന്നാൽ ഡസനോളം കുറ്റകൃത്യങ്ങൾക്ക് താൻ സമാധാനം പറയേണ്ടി വരും. ഓർത്തോ. വല്ല വിധേനയും ആൽവിൻ ആൻ്റണി നാവ് ചലിപ്പിച്ചു. നിങ്ങൾക്ക് എന്തു വേണം? വേണ്ടത് ഞങ്ങൾക്കല്ല, തൻ്റെ കൊട്ടേഷൻ ഗുണ്ടകൾക്കാ. ട്രീറ്റ്മെൻറ്റേ. അവർ തൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ കിടപ്പുണ്ട്. ഇനിയുള്ളതൊക്കെ തൻ്റെ മാത്രം കയ്യില. ഫോൺ കട്ടായി. ആൽവിൻ ആൻ്റണി ചാടി എഴുന്നേൽക്കാനാഞ്ഞു. ആ ക്ഷണം അയാളുടെ കാൽമുട്ടിനുള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. അമർത്തിയ നിലവിളിയോടെ അയാൾ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ ഭാര്യ അത് കേട്ട് ഉണർന്നു. മുറിയിൽ വെളിച്ചവും എഴുന്നേറ്റിരുന്ന് വേദനയിൽ പൊളിയുന്ന ഭർത്താവിനെയും കണ്ടപ്പോൾ അവൾ പകച്ചു. എന്താ അച്ചായ? എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേടി. അയാൾ വേദന കടിച്ചമർത്തി. മേഴ്സി ഭർത്താവിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. എന്താ, ബാത്റൂമിൽ പോകണോ? വേണ്ട, സിറ്റൗട്ടിലേക്ക്. മേഴ്സിക്ക് ഒന്നും മനസ്സിലായില്ല. അവിടെ എന്താ? വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി ആൽവിന്. അവിടെ നിന്റെ തന്ത തോമസ് കുട്ടി ചത്തുകിടക്കുന്നു. ചുമ്മാതല്ല ഈ അനുഭവിക്കുന്നത്. അവൾ മന്ത്രിച്ചു. നീ എന്താടി പറഞ്ഞത്? അല്ല, എൻ്റെ അപ്പൻ ചത്തെങ്കിൽ വികാരിയച്ഛനെ വിളിക്കണമല്ലോന്ന് പറഞ്ഞതാ. മേഴ്സി തിരിച്ചടിച്ചു. അതോടെ ആൽവിൻ നിശബ്ദനായി. ഹോൾ മുറിച്ചു കിടന്ന് വാതിൽക്കലെത്തിയപ്പോൾ ആൽവിൻ ആൻ്റണി ഭിത്തിയിൽ പിടിച്ചു നിന്നു. ഒപ്പം തൊട്ടടുത്തുണ്ടായിരുന്ന സ്വിച്ചിട്ടു. പുറത്ത് ലൈറ്റ് തെളിഞ്ഞു. നീ വാതിൽ തുറന്നേടി. മേഴ്സി അനുസരിച്ചു. പെട്ടെന്ന് സിറ്റൗട്ടിലെ കാഴ്ച കണ്ട് അവൾ നടുങ്ങി പിന്നോട്ട് മാറി. അവിടെ പാമ്പ് ചുറ്റിപ്പിണഞ്ഞു കിടക്കും പോലെ ഏതാനും മനുഷ്യർ. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടതിനാലും വായ്ക്ക് മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നതിനാലും അവർക്ക് ചലനം മാത്രമേയുള്ളൂ. അച്ചായ, നിലവിളിച്ചുകൊണ്ട് മേഴ്സി ആൽവിനെ അള്ളിപ്പിടിച്ചു. ബഹളം വയ്ക്കരുത്. അതിൻ്റെ ആപത്ത് നമുക്ക് തന്നെയാ.
പുറത്തേക്ക് എത്തി നോക്കിയിട്ട് അയാൾ അവിടുത്തെ ലൈറ്റ് അണച്ചു. നീ എൻ്റെ ഫോണിങ്ങ് എടുത്തോണ്ട് വന്നേ. മേഴ്സി വേഗം മൊബൈൽ എടുത്തുകൊണ്ടുവന്ന് അയാളെ ഏൽപ്പിച്ചു. ആരെ വിളിക്കണമെന്നോർത്ത് അല്പസമയം നിന്നു. ശേഷം പരിചയമുള്ള ഒരു ഡോക്ടറെ വിളിച്ചു. അബോർഷൻ കേസുകളും അനാശാസ്യ പ്രവൃത്തികളും മാത്രം നടത്തുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അത്. തുകലയിൽ തറവാട്. ധാരാളം പേർ ചികിത്സ തേടിയെത്തുന്നതിനാൽ ഇപ്പോൾ അവിടെ കാര്യമായ വരുമാനമുണ്ട്. കുറച്ച് പണം മിച്ചം വന്നപ്പോൾ പ്രതീക്ഷ ഒരാശയം അവതരിപ്പിച്ചു. ആദിയേട്ടനൊരു ബൈക്ക് വാങ്ങണം. അത്യാവശ്യം എവിടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ എപ്പോഴും കൂട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കാമല്ലോ. അത് ശരിയാ. ഈശ്വരി മുത്തശ്ശിയും അവളെ പിന്താങ്ങി. മരിക്കുന്നതിന് മുൻപ് ബൈക്കേലൊന്ന് യാത്ര ചെയ്യണമെന്നുള്ളത് എൻ്റെയും ആഗ്രഹമാ. അത് കേട്ട് രംഗനാഥൻ വൈദ്യനും തുളസിയും പൊട്ടിച്ചിരിച്ചു. ഈ പ്രായത്തിൽ മറിഞ്ഞു വീണ് കയ്യോ കാലോ ഒടിഞ്ഞു കിടക്കാൻ അമ്മയ്ക്ക് അത്രയ്ക്ക് കൊതിയാണോ? രംഗനാഥൻ ചോദിച്ചു പോയി. മുഖമടച്ച് ഒരാട്ടായിരുന്നു മുത്തശ്ശിയുടെ ഉത്തരം. നിന്നെപ്പോലെ പേടിത്തൂറിയ ഞാനെന്ന് കരുതിയോടാ? വൈദ്യൻ ഒന്നു വിളറി. പ്രതീക്ഷയുടെ അഭിപ്രായം നല്ലതാണെന്ന് ആദിത്യനും തോന്നി. ഇക്കാലത്ത് ഒരു 2 വീലർ അത്യാവശ്യമാണ്. അങ്ങനെ ആ കാര്യം തീരുമാനിക്കപ്പെട്ടു. പത്തനംതിട്ട പ്രിയങ്ക മോട്ടോഴ്സിൽ നിന്ന് വില കൂടുതലില്ലാത്ത ഒരു ബൈക്ക് അവൻ വാങ്ങി. ഹീറോ ഹോണ്ട ഐസ്മാർട്ട്. ടെമ്പററി രജിസ്ട്രേഷൻ എടുത്ത് ബൈക്ക് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വൈകിട്ട് 4 മണിയായി. മുത്തശ്ശി എല്ലാം ഒന്ന് നോക്കിക്കണ്ടു. ലേഡീസ് ഹാൻഡിലിൽ തടവിയിട്ട് അവർ ആദിത്യനോട് തിരക്കി. ഇത് പെണ്ണുങ്ങൾക്ക് പിടിച്ചിരിക്കാനുള്ളതല്ലേടാ? അതെ, അവൻ തലയാട്ടി. അതോടെ ആദിക്കും പ്രതീക്ഷയ്ക്കും ഒരു കാര്യം ഉറപ്പായി. ബൈക്കിൽ കയറണമെന്ന് മുത്തശ്ശി പറഞ്ഞത് തമാശയല്ല. നാളെ മലയാലപ്പുഴ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി പൂജിച്ചു വന്നാലുടൻ മുത്തശ്ശിയെ ഇതിൽ കയറ്റിയിരുത്തി ഞാനൊന്ന് ചുറ്റിയടിക്കും. ആദിത്യന് ഉറപ്പുകൊടുത്തു. മുത്തശ്ശിക്ക് സന്തോഷമായി. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് അമ്പലത്തിൽ പോകാൻ ആദിത്യൻ തയ്യാറായി. നീ വരുന്നോടി? അവൻ പ്രതീക്ഷയോട് തിരക്കി. ഇല്ല, ഏട്ടൻ പോയി പൂജ നടത്തിയിട്ട് വാ, അവൾ പറഞ്ഞു. ആദിത്യൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഔഷധത്തോട്ടത്തിലൂടെ താഴേക്ക് വിട്ടു. 5 സെന്റ് കോളനിയിൽ നിന്ന് വരുന്ന റോഡിൽ പ്രവേശിച്ച് മുക്കുഴി ജംഗ്ഷനിലേക്ക് അവൻ എത്തുകയായിരുന്നു. പെട്ടെന്ന് റോഡ് സൈഡിലൂടെ പോയ ഒരു യുവതി റോഡിന് നടുവിലേക്ക് ചാടി. അത് അപ്രതീക്ഷിതമായിരുന്നതിനാൽ ആദിത്യൻ പതറി. ബ്രേക്ക് പിടിക്കുന്നതിനിടയിൽ ബൈക്കിൻ്റെ പിൻചക്രം പാളി. അധ്യായം 27. താൻ റോഡിൽ വീഴുമെന്ന് ആദിത്യന് ഏതാണ്ട് ഉറപ്പായി. എങ്കിലും അവൻ കാൽ തറയിൽ കുത്തി. ബ്രേക്കിട്ട ബൈക്ക് ഒരു വിധത്തിൽ നേരെ നിർത്താൻ കഴിഞ്ഞു. അതോടെ അവൻ ശ്വാസം വലിച്ചുവിട്ടു. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നെന്ന് കരുതിയതാണ്. ഭാഗ്യം തുണച്ചു. വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി ആദിത്യന്. റോഡിലേക്ക് എടുത്തു ചാടിയ യുവതിയെ അവൻ പകയോടെ നോക്കി. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നു പോകുന്നു. എടി, അവൻ ഒച്ചയുയർത്തി. അവൾ അത് കേട്ടതായി പോലും നടിച്ചില്ല. തിരിഞ്ഞു നോക്കിയതുമില്ല. അതിരാവിലെ ആയതിനാൽ മുക്കുഴി ജംഗ്ഷനിലെ കടകളൊന്നും തുറന്നിരുന്നില്ല. ആദിത്യൻ ബൈക്ക് മുന്നോട്ടെടുത്ത് അവൾക്ക് മുന്നിൽ വിലങ്ങനെ നിർത്തി. അവൾ അവനെ തുറച്ചു നോക്കി. എന്താ? ഇപ്പോഴാണ് ആദിത്യന് ആളെ മനസ്സിലായത്. മീര, പരമേശ്വരൻ വൈദ്യൻ്റെ മകൾ. ഓ, നീയായിരുന്നോ? ആദിത്യൻ പുച്ഛിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചു പോന്നത് ഇവിടെയുള്ളവർക്ക് പണിയുണ്ടാക്കാനാ അല്ലേടി? മീരയുടെ മിഴികൾ കൂർത്തു. ദേ, സംസാരത്തിൽ കുറച്ച് മാന്യതയൊക്കെയാവാം. പ്രത്യേകിച്ചും പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ. എടി പോടിയെന്നൊക്കെ വിളിക്കുന്നത് അത്ര അന്തസ്സായ പ്രയോഗമല്ല. ഓഹോ. ആദിത്യൻ തലയാട്ടി. ആണുങ്ങൾ വണ്ടിൽ വരുമ്പോൾ മുന്നിൽ വട്ടം ചാടുന്ന പെൺകുട്ടിയെ ഞാൻ തമ്പുരാട്ടിയെന്ന് വിളിക്കാമെടി. പ്രത്യേകിച്ചും തുകലയിൽ പുത്തൻ വീട്ടിലെ സാധനത്തിന്. പെണ്ണിൻ്റെ രൂപമുണ്ടെന്നേയുള്ളൂ. ആദിത്യൻ്റെ പരിഹാസം കേട്ട് മീരയുടെ കണ്ണുകൾ ഇത്തിരി കൂടി കുറുകി. ഞാൻ മനഃപൂർവ്വം റോഡിൻ്റെ നടുവിലേക്ക് ചാടിയതാ, തന്നെ വീഴ്ത്താൻ. അതെനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ വീഴുന്ന കൂട്ടത്തിലല്ല ആദിത്യനെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. മീര 2 അടി മുന്നോട്ട് വെച്ചു. ഏതായാലും താൻ എൻ്റെ മുറിച്ചെറുക്കനല്ലേ. പുതിയ വണ്ടിയൊക്കെ വാങ്ങിയാൽ സാധാരണ ചെറുപ്പക്കാർ മുറപ്പെണ്ണിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിന്നിൽ കയറുന്നൊന്ന്. താനെന്താ അത് ചോദിക്കാത്തത്? ആദിത്യന് പെരുത്തു കയറി. ചോദിക്കാൻ പറ്റിയ ഒരു സാധനം. നിന്നോട് ചോദിക്കേണ്ടത് പിന്നിൽ കയറുന്നോന്നല്ല, പാലയിൽ തറയ്ക്കട്ടെ എന്ന്. ഓ, അങ്ങനെ. മീര ചിരിച്ചു. അപ്പോൾ ഞാൻ യക്ഷിയ അല്ലേ? എന്താ സംശയം? അവൻ മറുപടി പറയും മുൻപ് ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. ഇരുവരും തിരിഞ്ഞു നോക്കി. സ്കോർപിയോ. അയ്യോ ചേട്ടൻ. മീരയുടെ മുഖത്ത് പരിഭ്രമം പ്രകടമായി. അടുത്ത നിമിഷം സ്കോർപിയോ അവർക്കരികിൽ ബ്രേക്ക് ചെയ്തു.
ഡ്രൈവർ സീറ്റിൽ നിന്ന് സച്ചിദാനന്ദൻ പുറത്തേക്ക് തലനീട്ടി. കണ്ട തെണ്ടികളോട് സംസാരിക്കാനാണോടി രാവിലെ നീ അമ്പലത്തിൽ പോകാനെന്ന് പറഞ്ഞിറങ്ങിയത്? അവൻ കൈ നീട്ടി ഇടതുഭാഗത്തെ ഡോർ തുറന്നു. കയറടി ഇങ്ങോട്ട്. ആദിത്യനെ ഒന്ന് നോക്കിയിട്ട് മീര സ്കോർപ്പിയോയിൽ കയറി. അപ്പോഴേക്കും ആദിത്യൻ പറഞ്ഞു, സച്ചിയെ, തെണ്ടി ഞാനല്ല, അത് നിന്റെ വീട്ടിലുണ്ട്, നിന്റെ തന്ത. മറുപടി പറഞ്ഞില്ല സച്ചിദാനന്ദൻ. പകയോടെ ബൈക്കിനെ വെട്ടിയൊഴിഞ്ഞ് അവൻ വണ്ടി പായിച്ചുപോയി. സ്കോർപ്പിയോ കണ്ണിൽ നിന്ന് മറഞ്ഞതും ആദിത്യനും ബൈക്ക് മുന്നോട്ടെടുത്തു. ബൈക്ക് പൂജിച്ച് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ആദിത്യൻ ഈശ്വരി മുത്തശ്ശിയെ പിന്നിൽ കയറ്റി മുക്കുഴി ജംഗ്ഷനിലൂടെ ശ്രദ്ധയോടെ ഓടിച്ചു. കണ്ടവർക്കൊക്കെ അതൊരു അത്ഭുതമായിരുന്നു. എന്നാൽ മുത്തശ്ശിക്ക് യാതൊരു കൂസലും ഉണ്ടായില്ല. ഇച്ചിരിയും കൂടി വേഗത്തിൽ പോടാ, ആദിത്യനെ അവർ പ്രോത്സാഹിപ്പിച്ചു. തുകലയിൽ തറവാടിൻ്റെ മുറ്റത്ത് രണ്ടുപേരും മടങ്ങിയെത്തുമ്പോൾ രംഗനാഥൻ വൈദ്യനും തുളസിയും പ്രതീക്ഷയുമൊക്കെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കൂടെ മണിക്കുട്ടനുമുണ്ട്. ചിരിയോടെ മുത്തശ്ശി ബൈക്കിൽ നിന്നിറങ്ങി. ഞങ്ങളാകെ പേടിച്ചുപോയി. പ്രതീക്ഷ തുറന്നു പറഞ്ഞു. എന്തിനാ? ഞാൻ താഴെ വീഴുമോന്ന് അല്ലേടി? അങ്ങനെ സംഭവിക്കണേൽ ഈശ്വരി ഒന്നുകൂടി ജനിക്കണം. അവർ അകത്തേക്ക് കയറിപ്പോയി. ആദിത്യൻ പ്രതീക്ഷയെ അടുത്ത് വിളിച്ച് മീരയുമായി ഉണ്ടായ വിഷയം പറഞ്ഞു. പ്രതീക്ഷയുടെ നെറ്റി ചുളിഞ്ഞു. ചേട്ടനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവൾക്ക് ചേട്ടനെ ഒരു നോട്ടമുണ്ടെന്നാ തോന്നുന്നത്. ഇങ്ങു വരട്ടെ, അടിച്ച് പല്ലു കൊഴിക്കും ഞാൻ. ആദിത്യൻ്റെ മുഖം മുറുകി. മീര നല്ല കുട്ടിയല്ലേ ചേട്ടാ? പരമേശ്വരൻ്റെ അങ്കിളിൻ്റെയോ സച്ചിയുടെയോ രീതിയല്ല അവൾക്ക്. ചേട്ടൻ അവളോട് ഇഷ്ടം തോന്നിയാൽ എന്നോട് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ചുറ്റും നോക്കിക്കൊണ്ട് പ്രതീക്ഷ ശബ്ദം താഴ്ത്തി. നിന്നോട് പറഞ്ഞതിപ്പോൾ അബദ്ധമായെന്ന് തോന്നുന്നു. പിന്നെ ഇക്കാര്യം മറ്റാരോടും പറയാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് അവൻ മരുന്നുപുരയിലേക്ക് നടന്നുപോയി. 2 ദിവസങ്ങൾക്ക് ശേഷം അന്നും മണിക്കുട്ടനാണ് ആ വാർത്ത തുകലയിൽ തറവാട്ടിലെത്തിച്ചത്. അറിഞ്ഞോ വൈദ്യരെ? വിഷംകൊല്ലിക്കാവും പൊന്തക്കാടുമൊക്കെ ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കാൻ പോകുന്നു. തൽക്കാലം വീടും കുടിയുമില്ലാത്ത 6 പേർക്ക് നൽകാനാ പഞ്ചായത്തിൻ്റെ തീരുമാനം. മണിക്കുട്ടൻ പറയുന്നത് പ്രതീക്ഷ കേട്ടു. അവൾ നടുങ്ങിപ്പോയി. വിഷംകൊല്ലിക്കാവ് വെട്ടിത്തെളിച്ചാൽ അതോടെ തൻ്റെ വിഷചികിത്സ തീർന്നു. ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിലും പരമേശ്വരനായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. തന്നെ പരാജയപ്പെടുത്താനുള്ള പുതിയ ആയുധം. അവൾ ചെന്ന് മുത്തശ്ശിയോട് വിവരം പറഞ്ഞു. ഈശ്വരി മുത്തശ്ശിയും വല്ലാതായി. ഇനി എന്തു ചെയ്യും മോളെ? അറിയില്ല മുത്തശ്ശി. അന്ന് ക്ലബ്ബുകാരെ പോലീസിനെ കൊണ്ട് പിന്തിരിപ്പിച്ചപ്പോൾ ഇനി അങ്ങനൊരു നീക്കമുണ്ടാകുമെന്ന് കരുതിയില്ല. പ്രതീക്ഷ ആലോചനാഭാവത്തിലിരുന്നു. എങ്ങനെയും പഞ്ചായത്തിൻ്റെ തീരുമാനം തകർക്കണം. പിന്നീടവൾ അതേക്കുറിച്ച് മാത്രമാണ് ആലോചിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഒരാശയം കിട്ടുകയും ചെയ്തു. തുടർന്ന് ആദിത്യനെ വിളിച്ച് രഹസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിർദ്ദേശിച്ചു, വിശ്വസിക്കാവുന്ന ഒരാളെയെ ചേട്ടൻ ഇതിന് കൂട്ടാവൂ. വളരെ സൂക്ഷിക്കുകയും വേണം. ആദിത്യനൊന്നു മൂളി. 4 മണിയോടെ സുരേഷിനെയും കൂട്ടി അവൻ ബൈക്കിൽ പുറപ്പെട്ടു. ആലപ്പുഴ ജില്ലയിലെ കണ്ടല്ലൂർ എന്ന സ്ഥലത്താണ് ആദിത്യൻ്റെ അമ്മ തുളസിയുടെ വീട്. കാവും കുളവും കുരിയാലകളും മറ്റുമുള്ള പഴയ തറവാട്. തുളസിയുടെ മൂത്ത സഹോദരൻ്റെ ഭാര്യയും മക്കളുമാണ് ഇപ്പോൾ അവിടെ താമസം. സഹോദരൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. മുതുകുളം കായംകുളം റൂട്ടിലൂടെ സഞ്ചരിച്ച് ആദിത്യനും സുരേഷും മരക്കാലത്ത് മുക്കിലെത്തി. അവിടെ നിന്ന് വലത്തേക്ക് തിരിയുമ്പോൾ നേരെ സന്ധ്യയോടടുത്തിരുന്നു. 5 മിനിറ്റ് കൂടി യാത്ര ചെയ്ത് അവർ ആ പഴയ തറവാട്ടുമുറ്റത്തെത്തി. പഞ്ചസാര പോലെ തോന്നുന്ന വെളുത്ത മണ്ണായിരുന്നു അവിടെ. മുറ്റത്തെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്ന ഒരു 60കാരിയെ ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ അവർ കണ്ടു. സെറ്റുമുണ്ടും ബ്ലൗസുമായിരുന്നു വേഷം. പേര് ഭാരതി. ആദിത്യനെയും സുരേഷിനെയും അവർ സൂക്ഷിച്ചു നോക്കി. അപ്പച്ചിക്ക് മനസ്സിലായില്ലേ? ആദിത്യൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഭാരതിയുടെ കണ്ണുകളിൽ പെട്ടെന്ന് പരിചയഭാവം. ആദി, നിന്നെ കണ്ടിട്ട് എത്ര കാലമായിടാ. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നിങ്ങൾ മറന്നിരിക്കുമെന്നാ ഞാൻ കരുതിയേ. അവരുടെ വാക്കുകളിൽ പരിഭവം. സമയം വേണ്ടേ അപ്പച്ചി? അവിടെ ആണെങ്കിൽ പിടിപ്പത് പണിയാ. ഇപ്പം തന്നെ ഇവൻ്റെ ഒരാവശ്യത്തിന് പുല്ലുകുളങ്ങര വരെ വന്നതാ. അപ്പോൾ തോന്നി അപ്പച്ചിയെ ഒന്ന് കണ്ടേച്ചു പോകാമെന്ന്. ആദിത്യൻ ചുറ്റും നോക്കി. തറവാടിന് പിന്നിൽ നിൽക്കുന്ന കാവ് അവൻ്റെ കണ്ണിലുടക്കി. സോമേട്ടനും ബിന്ദുജി ചേച്ചിയും വരാറുണ്ടോ അപ്പച്ചി? 2 ഭാരതിയുടെ മക്കളാണ്. ഭാരതി ദീർഘമായി നിശ്വസിച്ചു. 5-6 മാസം കൂടുമ്പോൾ ഒന്ന് വന്നെങ്കിലായി. സോമൻ തിരുവനന്തപുരത്തും ബിന്ദുജ എറണാകുളത്തുമാണ് താമസം. അപ്പോൾ പിന്നെ അപ്പച്ചി മാത്രമേയുള്ളൂ ഇവിടെ? ആദിത്യൻ തിരക്കി. വൈകിട്ട് കൂട്ടുകിടക്കാൻ അപ്പുറത്തെ ഒരു പെൺകുട്ടി വരും. ഇവനേതാ? ഭാരതി സുരേഷിൻ്റെ നേർക്ക് തിരിഞ്ഞു.
കൂട്ടുകാരനാ. സംസാരിച്ചു നിന്ന് നിങ്ങളെ അകത്തേക്ക് വിളിക്കാൻ മറന്നു. വാ പിള്ളേരെ. ഭാരതിക്ക് പിന്നാലെ തറവാടിൻ്റെ ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ ആദിത്യൻ സുരേഷിനെ നോക്കി കണ്ണുകൊണ്ട് ഒരടയാളം കാണിച്ചു. അവൻ തലയാട്ടുകയും ചെയ്തു. നിങ്ങളിരിക്ക്, ഞാൻ ചായയിടാം. ഭാരതി അടുക്കളയിലേക്ക് പോയി. സംസാരിച്ചുകൊണ്ട് ആദിത്യനും പിന്നാലെ ചെന്നു. ഈ തക്കത്തിന് സുരേഷ് പുറത്തിറങ്ങി. ബൈക്കിൽ ഒരു ചാക്ക് കരുതിയിരുന്നു. തിടുക്കത്തിൽ അതെടുത്ത് അവൻ കാവിലേക്ക് പോയി. അവിടെ കുറേയേറെ കൽപ്രതിമകൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരടി മാത്രം ഉയരമുള്ള പ്രതിമകൾ. അതിൽ നാഗത്തിൻ്റേതുപോലെ തോന്നിയ ഒരു പ്രതിമ ഇളക്കിയെടുത്ത് സുരേഷ് ചാക്കിനുള്ളിലാക്കി. നല്ല ഭാരമുണ്ടായിരുന്നു. വല്ല വിധേനയും അവനത് റോഡ് സൈഡിൽ കൊണ്ടുവച്ചു. നേരം ശരിക്കും സന്ധ്യയായിരുന്നു. ചായയുമായി ഭാരതിയും പിന്നാലെ ആദിത്യനും വന്നപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഉമ്മർത്തിരിപ്പുണ്ട് സുരേഷ്. ആദിത്യൻ അവനെ നോക്കി. അവൻ കണ്ണിറുക്കി. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാരതി വിശേഷങ്ങൾ തിരക്കി. പ്രതീക്ഷയുടെ വിഷചികിത്സയെക്കുറിച്ചാണ് അവർക്കറിയേണ്ടിയിരുന്നത്. നിങ്ങളിനി നാളെയല്ലേ പോകുന്നുള്ളൂ? അവസാനം ഭാരതിയുടെ ചോദ്യം. അത് പറ്റില്ല അപ്പച്ചി. സുരേഷിന് നാളെ PSC ടെസ്റ്റുണ്ട്. അതും പറഞ്ഞ് ആദിത്യൻ എഴുന്നേറ്റു. സുരേഷും. നേരം ശരിക്കും ഇരുട്ടിക്കഴിഞ്ഞു. ഭാരതിയോട് യാത്ര പറഞ്ഞ് അവർ ബൈക്കിൽ കയറി. റോഡിലെത്തി. ഭാരതിയുടെ കണ്ണിൽപ്പെടാത്ത ഭാഗത്ത് ആദിത്യൻ ബൈക്ക് നിർത്തി. സുരേഷ് വേഗം ഇറങ്ങി. ചാക്കിനുള്ളിലാക്കിയ കൽപ്രതിമ താങ്ങിയെടുത്തുകൊണ്ടുവന്നു. ബൈക്കിൽ കയറിയിട്ട് പ്രതിമ അവൻ മടിയിൽ വെച്ചു. പോലീസിൻ്റെ കണ്ണിൽപ്പെടലേ അതി, സുരേഷ് ഓർമ്മപ്പെടുത്തി. അവർ കണ്ടാൽ നമ്മളെ വിഗ്രഹമോഷ്ടാക്കളാക്കി അകത്തിടും. അത് ശരിയാണെന്ന് ആദിത്യനും അറിയാമായിരുന്നു. അടുത്ത ദിവസം ഏതാണ്ട് 10 മണിയോടെ മുക്കുഴിയിലും പരിസരത്തുമെല്ലാം ആ വാർത്ത പരന്നു. മണിക്കുട്ടനായിരുന്നു പ്രചാരകൻ. അറിഞ്ഞോ, വിഷംകൊല്ലിക്കാവിൽ ഒരു സർപ്പവിഗ്രഹം സ്വയം ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്നതാ. ഞാൻ സർപ്പഗന്ധി പറിക്കാൻ ചെന്നപ്പോഴാ കണ്ടത്. അറിഞ്ഞവർ അവിടേക്ക് പാഞ്ഞു. മണിക്കുട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് അവർ കണ്ടു. ഒരു മരത്തിന് ചുവട്ടിൽ ചാരി വെച്ചതുപോലെ ഇരിക്കുകയാണ് ആ നാഗപ്രതിമ. വിഷചികിത്സയ്ക്ക് പ്രതീക്ഷ ഉപയോഗിക്കുന്ന വൃക്ഷമാണ് അതെന്നും മാത്രം ആരും അറിഞ്ഞില്ല. 5 സെന്റ് കോളനിയിൽ നിന്ന് ധാരാളം സ്ത്രീകളും കാവിലെത്തി. ഒന്നും അറിയാത്ത പോലെ അവർക്കൊപ്പം പ്രതീക്ഷയുമുണ്ടായിരുന്നു. ഒരു വിഗ്രഹം സ്വയം ഇങ്ങനെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും. ഈ കാവ് വെട്ടിത്തെളിക്കുന്നത് ഈശ്വരന്മാർക്കിഷ്ടമല്ല എന്ന് തന്നെയാ ഇതിനർത്ഥം, അവൾ പറഞ്ഞു. സ്ത്രീകൾ അവളുടെ അഭിപ്രായത്തോട് യോജിച്ചു. പ്രതീക്ഷ പറഞ്ഞത് ശരിയാ. ഈ കാട് വെട്ടിത്തെളിക്കാൻ സമ്മതിക്കരുത്. നമുക്കിവിടെ പൂജ നടത്തണം. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. സ്ത്രീകൾ കുളിച്ച് ശുദ്ധിയോടെ വന്ന് നാഗവിഗ്രഹത്തിൽ മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും വിതറി പ്രാർത്ഥന തുടങ്ങി. വിവരമറിഞ്ഞ് ലോക്കൽ ചാനലുകാരും എത്തി. വാർത്ത പുറം ലോകത്തേക്ക് വ്യാപിച്ചു. എന്തും പെട്ടെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകൾ വാർത്തയുടെ വലിയ പ്രചാരകരായി. ഇനി കാവ് വെട്ടിത്തെളിക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വരില്ല. അഥവാ വന്നാൽ തന്നെ ജനം അവരെ തടഞ്ഞോളും. ആദിത്യൻ ചിരിയോടെ പ്രതീക്ഷയെ നോക്കി. നിന്റേത് കാഞ്ഞ ബുദ്ധി തന്നെ, സമ്മതിച്ചിരിക്കുന്നു. അവളും ചിരിക്കുക മാത്രം ചെയ്തു. തുകലയിൽ പുത്തൻ വീട്ടിൽ വെടികൊണ്ടതുപോലെ അസ്വസ്ഥനായി പരമേശ്വരൻ വൈദ്യൻ. സച്ചിദാനന്ദനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കേട്ടറിഞ്ഞ അയാൾ കടപ്പല്ലമർത്തി. അങ്ങനെയൊരു വിഗ്രഹം അവിടെ സ്വയം വന്നതല്ല, ആരോ കൊണ്ടുവച്ചതാ, കാവ് നശിപ്പിക്കാതിരിക്കാൻ. സച്ചിദാനന്ദൻ കേട്ടുനിന്നു. എൻ്റെ ബലമായ സംശയം ഇതിൻ്റെ ബുദ്ധി അവളുടേതാണെന്ന. ആ പ്രതീക്ഷയുടെ കാവ് അങ്ങനെ തന്നെ അവിടെ നിൽക്കേണ്ടത് അവളുടെ ആവശ്യമാണല്ലോ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറ, ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. സച്ചിദാനന്ദൻ ഉറപ്പുകൊടുത്തു. പരമേശ്വരൻ അമർത്തി മൂളി. പിന്നെ ഫോണെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് രാഘവൻ മാസ്റ്ററുടെ നമ്പർ കുത്തി. അപ്പുറത്ത് കോളെടുത്തു. ഹലോ, ഞാനാ മാഷേ, പരമേശ്വരൻ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ വൈദ്യരെ ചെയ്യുക? ഇനി യാതൊരു കാരണവശാലും കാവ് വെട്ടിത്തെളിക്കാനോ ആർക്കെങ്കിലും പതിച്ചു കൊടുക്കാനോ സമ്മതിക്കില്ലെന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. പരമേശ്വരൻ വല്ലാതായി. പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? കാവ് വെട്ടിത്തെളിച്ചാൽ അതൊരു വലിയ വിഷയമാകും. നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്തു വരുക. പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കും. പരമേശ്വരൻ മുഷിഞ്ഞു. നമ്മളിതിൽ നിന്ന് പിന്മാറണമെന്നാണോ പ്രസിഡന്റ് പറയുന്നത്? തൽക്കാലം അതേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ രാഘവൻ മാസ്റ്റർ ഒന്ന് നിർത്തി. അല്ലെങ്കിൽ പരമേശ്വരന് ജിജ്ഞാസയായി. അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട പോലെ തന്നെ ആ വിഗ്രഹം അപ്രത്യക്ഷമാകണം. പരമേശ്വരൻ്റെ കണ്ണുകൾ വികസിച്ചു. അത് സംഭവിച്ചിരിക്കും. നാളെ രാവിലെ ആ വിഗ്രഹം അവിടെ ഉണ്ടാവില്ല. പരമേശ്വരൻ ക്രൂരമായ ഒരാനന്ദത്തോടെ ഉറപ്പു നൽകി. അധ്യായം 28. പരമേശ്വരൻ വൈദ്യൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സച്ചിദാനന്ദൻ. കോൾ കട്ട് ചെയ്തിട്ട്
വൈദ്യൻ അവൻ്റെ നേരെ തിരിഞ്ഞു. നീ കേട്ടല്ലോ സച്ചി, നാളെ ആ നാഗപ്രതിമ കാവിലുണ്ടായിക്കൂടാ. അക്കാര്യം എനിക്ക് വിട്ടേര്. ഇനിയൊരിക്കലും ആരും ആ വിഗ്രഹം കാണാൻ പോകുന്നില്ല. പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. നില്ല്, പരമേശ്വരൻ പറഞ്ഞു. സച്ചിദാനന്ദൻ നിന്നു. വിശ്വസിക്കാവുന്നവരെയും ധൈര്യമുള്ളവരെയും മാത്രമേ ഇതിനു കൂടെ കൂട്ടാവൂ. മനസ്സിലായോ? ആയി. അവൻ മുറിവിട്ടു. പരമേശ്വരൻ കടപ്പല്ലമർത്തി. പിന്നെ ജനാലയിലൂടെ തുകലയിൽ തറവാട്ടിലേക്ക് നോക്കി. അവളുടെ ഒരു വിഷചികിത്സ എല്ലാം ഞാൻ നിർത്തിത്തരാമിടി, അയാൾ മന്ത്രിച്ചു. ആ സമയത്ത് തുകലയിൽ തറവാട്ടിൽ ആദിത്യൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൻ എടുത്തു നോക്കി. ഭാരതി അപ്പച്ചി. ആദിത്യൻ്റെ നെറ്റിച്ചുളിഞ്ഞു. അവൻ കോളെടുത്തു. ഹലോ അപ്പച്ചി, നീ ഇന്നലെ എപ്പോഴങ്ങ് ചെന്നു? ഭാരതിയുടെ ചോദ്യം. കുറെ ഇരട്ടിയപ്പച്ചി. അവർ ഒന്ന് മൂളി. നിങ്ങളുടെ തറവാടിനടുത്ത് വിഷംകൊല്ലിക്കാവിൽ ഒരു നാഗപ്രതിമ സ്വയം പ്രത്യക്ഷപ്പെട്ടതായി ടി-വിയിൽ കണ്ടു. നേരാണോടാ? ആദിത്യൻ്റെ ഉള്ളന്നാളി. സത്യം കണ്ടുപിടിച്ചിട്ടാണോ ഭാരതി അപ്പച്ചി വിളിക്കുന്നത്? നേരാ അപ്പച്ചി, അവൻ അറിയിച്ചു. എങ്കിൽ രസകരമായ മറ്റൊരു കാര്യം ഇവിടെ നടന്നു. ഇവിടുത്തെ കുരിയാലയിലുണ്ടായിരുന്ന നാഗത്താൻ്റെ പ്രതിമ അപ്രത്യക്ഷമായി. ആദിത്യൻ സ്തബ്ധനായി. എന്തു പറയും? അപ്പോൾ ഭാരതിയുടെ ശബ്ദം വീണ്ടും കേട്ടു. എടാ കള്ള, നീ പതിവില്ലാതെ ഇവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കാര്യമുണ്ടെന്ന്. ഇവിടുന്ന് പ്രതിമ കാണാതായതും അവിടെ പ്രത്യക്ഷപ്പെട്ടതുമൊക്കെ നീ കാരണമാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആദിത്യൻ ശരിക്കും പതറി. അതപ്പച്ചി, ഞാൻ... വേണ്ടടാ, ഭാരതി ചിരിച്ചു. ഒരു നല്ല കാര്യത്തിനാ നീ അത് അവിടെ കൊണ്ടുവച്ചതെന്ന് എനിക്കറിയാം. പുരാതന കാലം മുതലുള്ള കാവല്ലേ അത്. അത് നശിക്കാതിരിക്കട്ടെ. പിന്നെ ഇക്കാര്യം ഞാനായിട്ട് ആരോടും പറയില്ല കേട്ടോ. ആദിത്യന് സന്തോഷമായി. താങ്ക്സ് അപ്പച്ചി. താങ്ക്സ് ഒക്കെ നീ തന്നെ അങ്ങ് വെച്ചോ. പിന്നെ മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ. രംഗൻ കൊച്ചാട്ടനും തുളസിയും പ്രതീക്ഷയുമൊക്കെ സുഖമായിരിക്കുന്നല്ലോ? ഭാരതി തിരക്കി. ആർക്കും കുഴപ്പമൊന്നുമില്ല അപ്പച്ചി. എന്നാൽ പിന്നെ വച്ചോടാ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വിളിക്കണം കേട്ടോ. കോൾ മുറിഞ്ഞു. ആദിത്യൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഏതായാലും അപ്പച്ചി ഭയങ്കര തന്നെയെന്ന് ഓർത്തു. അടുത്ത നിമിഷം അവൻ്റെ ഫോൺ വീണ്ടും ഇരമ്പി. അപരിചിതമായ നമ്പർ. സംശയത്തോടെ ആ കോളും ആദിത്യൻ അറ്റൻഡ് ചെയ്തു. ഹലോ, ആദിയല്ലേ? ഒരു പെൺ ശബ്ദം. അത് പ്രായമുള്ള ആളിൻ്റേതല്ലെന്ന് അവന് തീർച്ചയായി. അതെ, ആദിയ. ഇതാരാ? പറഞ്ഞാൽ അറിയും, അതുകൊണ്ട് പറയുന്നില്ല. തുടർന്ന് ചിരി. ആദിത്യൻ പുരുകം ചുളിച്ചു. എങ്കിൽ പറയണ്ട. വിളിച്ചതെന്തിനാന്ന് പറയാമോ? അത് പറയാം. വിഷംകൊല്ലിക്കാവിൽ ഇന്ന് സ്വയമുണ്ടായ വിഗ്രഹമില്ലേ? നാളെ അതവിടെ കാണത്തില്ല. പറഞ്ഞതും കോൾ മുറിഞ്ഞു. ആദിത്യന് സംശയമായി. ഇങ്ങോട്ട് വന്ന നമ്പറിലേക്ക് അവൻ തിരിച്ചു വിളിച്ചു. സ്വിച്ച്ഡ് ഓഫ്. വെറുതെ ആരുമെങ്ങനെ പറയുമെന്ന് ആദിത്യന് തോന്നിയില്ല. പ്രത്യേകിച്ചും ഒരു പെണ്ണ്. താൻ ഇന്നുവരെ ഫോണിലൂടെ കേട്ടിട്ടുള്ള ശബ്ദമല്ലത്. അപ്പോൾ തന്നെ അവൻ പ്രതീക്ഷയോട് വിവരം പറഞ്ഞു. ഏതാനും സെക്കൻഡുകൾ അവൾ ശങ്കയോടെ നിന്ന ശേഷം ചുണ്ടനക്കി. ഏട്ടനെ വിളിച്ചതാരാന്ന് എനിക്കറിയാം. ആരാടി? അവന് ആകാംക്ഷയായി. അതൊക്കെ പിന്നെ പറയാം. സംഗതി സത്യമാണോന്നറിയട്ടെ ആദ്യം. എന്തായാലും ആ വിഗ്രഹം അവിടുന്ന് പോകാൻ പാടില്ല. ആരും അതെടുക്കാൻ ധൈര്യപ്പെടുകയുമരുത്. ചിന്തകളോടെ പ്രതീക്ഷ കൈവിരലുകൾ മടക്കി ഞൊട്ടവിട്ടു. നമ്മൾ എന്തു ചെയ്യുമെടി? ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. തൽക്കാലം ചെറിയ ഒരു കളി. പ്രതീക്ഷ ഊറിച്ചിരിച്ചു. രാത്രി കനത്തു. ഗ്രൗണ്ടിൻ്റെ കോണിൽ പടർന്നു നിൽക്കുന്ന ഒരു ചെറിയ മരത്തിൻ്റെ നിഴലിലുണ്ടായിരുന്നു സച്ചിദാനന്ദൻ. കൂടെ സുഹൃത്തുക്കളായ വിനോദും അജയനും ദിലീപുമുണ്ട്. അവർ അവിടെ എത്തിയിട്ട് ഏതാണ്ട് അരമണിക്കൂറായി. ഇതിനിടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് മദ്യത്തിൻ്റെ ഒരു കുപ്പി അവർ കുടിച്ചു തീർത്തു. എടാ, കുഴപ്പമൊന്നും വരത്തില്ലല്ലോ അല്ലേ? ദിലീപ് തിരക്കി. എന്തു കുഴപ്പം? ആരോ എടുത്തോണ്ട് വച്ച വിഗ്രഹം നമ്മൾ എടുത്തു മാറ്റി പൊട്ടക്കിണറ്റിൽ കളയുന്നു. ദാറ്റ്സ് ഓൾ. സച്ചിദാനന്ദൻ ചിരിച്ചു. ഏതായാലും അത് സ്വയം ഉണ്ടായതാണെന്ന് എനിക്ക് വിശ്വാസമില്ല, വിനോദും പറഞ്ഞു. ഇത്തരത്തിൽ എത്രയോ തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. പ്രതിമയുടെ തലയിൽ മുടി കിളിർക്കുന്നു, പ്രതിമ പാല് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പരത്തും പോലെ. അതെ അതെ, അജയന് സമ്മതിച്ചു. കാവിനുള്ളിലെ നേർത്ത വെളിച്ചം അവിടെ ഇരുന്ന് കാണാം. ജനങ്ങൾ കത്തിച്ചു വെച്ച വിളക്കുകളാണ്. ഏതാണ്ട് 8 മണി വരെ വിഷംകൊല്ലിക്കാവിൽ ആളുണ്ടായിരുന്നു. 11 മണി. സച്ചിദാനന്ദൻ എഴുന്നേറ്റു. തറയിൽ വച്ചിരുന്ന മടക്കിയ ചണച്ചാക്കെടുത്ത് കക്ഷത്തിൽ വെച്ചിട്ട് അവൻ മറ്റുള്ളവരോട് പറഞ്ഞു, വാ പോകാം. കാവിലെ വിളക്കുകൾ അണഞ്ഞു കഴിഞ്ഞു. ഒരു കാറ്റുപോലും വീശുന്നില്ല. ചീവീടുകളുടെ ഒച്ച മാത്രം കേൾക്കാം. മൊബൈൽ മിന്നിച്ചുകൊണ്ട് 4 പേരും കാവിനുള്ളിലേക്ക് കയറി.
ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിഗ്രഹം ഇരിക്കുന്ന മരത്തിൻ്റെ അടുത്തേക്ക് ഒരു വഴി രൂപപ്പെട്ടിരുന്നു. മാത്രമല്ല ആ ഭാഗത്തെയും മരച്ചുവട്ടിലെയും കരിയിലകൾ തൂത്തുമാറ്റപ്പെട്ടിരുന്നു. അവർ വൃക്ഷച്ചുവട്ടിലെത്തി. സച്ചിദാനന്ദൻ സെൽഫോണിലെ ടോർച്ച് തെളിച്ചു. ആദ്യം കണ്ണിലുടക്കിയത് കരിന്തിരി എരിഞ്ഞു തീർന്ന 2 നിലവിളക്കുകളാണ്. വെളിച്ചം വൃക്ഷച്ചുവട്ടിലേക്ക് നീണ്ടു. പെട്ടെന്ന് ആശ്ചര്യസൂചകമായ ഒരു ശബ്ദം സച്ചിദാനന്ദൻ്റെ നാവിൽ നിന്ന് അടർന്നു. മറ്റു 3 പേരും അവിടേക്ക് തുറച്ചു നോക്കി. എന്തിയടാ വിഗ്രഹം? അറിയാതെ ദിലീപിൻ്റെ സ്വരമുയർന്നു. പ്രതിമ അവിടെ ഉണ്ടായിരുന്നില്ല. തനിയെ പ്രത്യക്ഷപ്പെട്ടത് തനിയെ അപ്രത്യക്ഷമായോ? അവർക്ക് സംശയമായി. അതോ നമ്മളെക്കാൾ മുൻപേ ആരെങ്കിലും അടിച്ചോണ്ടു പോയോ? വിനോദ് പിറുപിറുത്തു. എന്താണ് സംഭവിച്ചതെന്ന് സച്ചിദാനന്ദന് യാതൊരു പിടിയും കിട്ടിയില്ല. അവൻ വൃക്ഷത്തിൻ്റെ ചുറ്റുപാടുകൾ മൊബൈൽ വെളിച്ചത്തിൽ തിരഞ്ഞു. ഒരിടത്തുമില്ല ആ വിഗ്രഹം. അത് തറയിലിരുന്നതിൻ്റെ അടയാളം മാത്രമുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട. അജയന് പരിഭ്രമമായി. ആ സംഘം പെട്ടെന്ന് മടങ്ങി. തുകലയിൽ പുത്തൻ വീടിൻ്റെ സിറ്റൗട്ടിൽ ലൈറ്റ് കിടത്തിയിട്ട് ഇരുളിൽ കാത്തിരിക്കുകയായിരുന്നു പരമേശ്വരൻ വൈദ്യൻ. മകനും സുഹൃത്തുക്കളും ഗേറ്റ് കടന്ന് ചെല്ലുന്നത് കണ്ട് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. എടുത്തു മാറ്റിയോടാ? ശബ്ദം താഴ്ത്തി അയാൾ തിരക്കി. ആ വിഗ്രഹം അവിടെ ഇല്ലച്ചാ, സച്ചിദാനന്ദൻ പറഞ്ഞു. വൈദ്യന് അത് വിശ്വാസമായില്ല. നീയൊക്കെ കാവിൽ കയറിയോടാ? അതോ വെള്ളമടിച്ചിട്ട് പേടിയോടെ തിരിച്ചു വന്നതാണോ? അല്ലങ്കിളെ, സച്ചി പറഞ്ഞത് നേരാ, ദിലീപും അറിയിച്ചു. നിഷേധിക്കുന്ന രീതിയിൽ പരമേശ്വരൻ തല കുടഞ്ഞു. അങ്ങനെ സംഭവിക്കാൻ യാതൊരു തരവുമില്ല. നിങ്ങൾ വരിൻ, എനിക്കും കൂടി ഒന്ന് നോക്കണം. പരമേശ്വരൻ മുന്നിൽ നടന്നു. സച്ചിദാനന്ദനും കൂട്ടുകാരും പുറകെ പോയി. കാവിലെത്തിയപ്പോൾ അവർ പറഞ്ഞത് സത്യമാണെന്ന് പരമേശ്വരന് ബോധ്യമായി. കലിയോടെ അവിടെയിരുന്ന 2 വിളക്കുകളും അയാൾ കാൽകൊണ്ട് തട്ടിയെറിഞ്ഞു. പിന്നെ വെട്ടിത്തിരിഞ്ഞു നടന്നു. നാശം. എങ്കിലും അയാളുടെ മനസ്സിൽ ആഹ്ലാദം അലതല്ലി. ഏതായാലും വിഗ്രഹം അവിടെ നിന്ന് പോയല്ലോ. ഇനി കാവ് വെട്ടിത്തെളിക്കാനും സ്ഥലം ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. രാവിലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് രാഘവൻ മാസ്റ്ററെ വിളിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. നേരം പുലർന്നു. അന്ന് ഞായറാഴ്ചയായിരുന്നു. ബൈനോക്കുലറുമായി ജനാലയ്ക്ക് തന്നെയുണ്ട് പരമേശ്വരൻ വൈദ്യൻ. വിഷംകൊല്ലി കാവിലേക്കാണ് അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 6:30 ആയപ്പോഴേക്കും സ്ത്രീകൾ കുളിച്ച് ശുദ്ധിയോടെ കാവിനു നേർക്ക് നടന്നു പോകുന്നത് അയാൾ കണ്ടു. ആദ്യം 1ഉം 2ഉമായും അതിനു പുറകെ കൂട്ടമായും ആളുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ പുരുഷന്മാരുമുണ്ട്. ചെല്ലങ്ങോട്ട്. പരമേശ്വരൻ ക്രൂരമായി ചിരിച്ചു. അവിടെ വിഗ്രഹവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. നീയൊക്കെ എളുപ്പരായി തിരിച്ചു വരുന്നത് എനിക്ക് കാണണം. പക്ഷേ പരമേശ്വരൻ വിചാരിച്ച വേഗത്തിൽ ആരും മടങ്ങി വന്നില്ല. ഒരുപക്ഷെ വിഗ്രഹം കാണാതെ അവർ കാവ് മുഴുവൻ തിരയുകയായിരിക്കുമെന്ന് അയാൾ കരുതി. അച്ഛാ, ഞാൻ കാവിലൊന്ന് പോയിട്ട് വരട്ടെ. പെട്ടെന്ന് വാതിൽക്കൽ നിന്നൊരു ചോദ്യം. പരമേശ്വരൻ തിരിഞ്ഞു നോക്കി. മകൾ മീരയാണ്. അവളെ ചീത്ത വിളിക്കാനാണ് ആദ്യം അയാൾക്ക് തോന്നിയത്. പക്ഷേ അടുത്ത നിമിഷം അയാളുടെ ബുദ്ധി ഉണർന്നു. ശരി, പോയിട്ട് വാ. അച്ഛൻ ഇങ്ങനെയൊരു അനുമതി നൽകുമെന്ന് മീര സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവൾ തിടുക്കത്തിൽ അവിടം വിട്ടു. പരമേശ്വരൻ കരുതിയത് മറ്റൊന്നായിരുന്നു. മീര തിരിച്ചു വരുമ്പോൾ കാവിലെ വിശേഷങ്ങൾ വിശദമായി അറിയാമല്ലോ. ബൈനോക്കുലറുമായി അവിടെ തന്നെ അക്ഷമനായി നിന്നു അയാൾ. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് മീര മടങ്ങിയെത്തിയത്. ദേഷ്യം ഉള്ളിലൊതുക്കി പരമേശ്വരൻ മകളെ നോക്കി. നീ എന്താ ഇത്രയും വൈകിയത്? കാവിൽ ഭയങ്കര തിരക്കായിരുന്നച്ച. എത്ര പേരാ ആ വിഗ്രഹത്തിന് മുന്നിൽ വിളക്കുവെച്ച് നേർച്ചയർപ്പിക്കുന്നതെന്നറിയാമോ? ആരോ ഇന്ന് പ്രതിമയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. കണ്ടാൽ ജീവനുള്ള സർപ്പം ഭണം വിടർത്തി നിൽക്കുന്നതുപോലെ തോന്നും. ഇതികർത്തിവിധ മൂടനായി ഒരു നിമിഷം നിന്നുപോയി പരമേശ്വരൻ. നീ ആ വിഗ്രഹം കണ്ടോ? പിന്നെ കാണാതെ. ഇന്നലെ മുതൽ എല്ലാവരും കാണുന്നതല്ലേ? പരമേശ്വരൻ്റെ മുഖം വിളറി. തലച്ചോറിലെ ഞരമ്പുകൾ വലിഞ്ഞു. ഇന്നലെ രാത്രി ഇല്ലാതിരുന്ന വിഗ്രഹം ഇന്ന് പ്രത്യക്ഷപ്പെട്ടു. അതെങ്ങനെ? എന്തുപറ്റിയച്ചാ? അയാളുടെ മുഖഭാവം ശ്രദ്ധിച്ച് മീര തിരക്കി. ഒന്നുമില്ല. നീ അമ്മയോട് പറ ഒരു ചായ കൊണ്ടുവരാൻ. ശരിയച്ചാ. മീര പോയതും അയാൾ ജനൽ കമ്പികളിൽ പിടിമുറുക്കി. എന്നിട്ട് പകയോടെ വിഷംകൊല്ലിക്കാവിലേക്ക് നോക്കി. ഇല്ല, എന്തു വന്നാലും ഇനി പിന്നോട്ടില്ല, അയാൾ ഉറപ്പിച്ചു. തുകലയിൽ തറവാട്. ആദ്യത്തിന് എഴുന്നേറ്റ് പല്ല് ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. പ്രതീക്ഷ അതെടുത്തുകൊണ്ടുവന്ന് അവനെ ഏൽപ്പിച്ചു. തലേന്നു വന്ന അതേ നമ്പറിൽ നിന്നുള്ള കോളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കോളർ ഐഡിയിൽ പേര് തെളിയുന്നില്ല. ഹലോ. ആദിത്യൻ ഫോൺ കാതിലമർത്തി. മോനെ ആദിത്യ, ഇന്നലെ രാത്രി നീ ആ വിഗ്രഹം അവിടുന്ന് മാറ്റി അല്ലേ? എന്നിട്ട് പുലർച്ചെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. ആദിത്യന് വിസ്മയമായി.
ഇത്ര കൃത്യമായി ഇവൾ അതെങ്ങനെ അറിഞ്ഞു? എന്താടാ മിണ്ടാത്തത്? ഇതൊക്കെ നിന്റെ പരിപാടിയാണെന്ന് ഞാൻ ആളുകളോട് പറയട്ടെ? ആദിത്യൻ അസ്വസ്ഥനായി. നീ ആരാടി? നേരത്തെ പറഞ്ഞില്ലേ? പറഞ്ഞാൽ നീ അറിയും, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ മണി കിലുങ്ങും പോലെയുള്ള ചിരി. പെട്ടെന്ന് കോൾ മുറിയുകയും ചെയ്തു. ആദിത്യൻ തല കുടഞ്ഞു. അവനെ തന്നെ നോക്കി തല്ലകലെ നിൽക്കുകയായിരുന്നു പ്രതീക്ഷ. ഇന്നലത്തെ അവൾ തന്നെയായിരുന്നു അല്ലേ ഏട്ടാ? ആദിത്യൻ്റെ കണ്ണുകൾ കുറുകി. അത് നിനക്കെങ്ങനെ അറിയാം? ലേഡീസ് സൈക്കോളജി. മാങ്ങാത്തൊലി. എങ്കിൽ വിളിച്ചു തരാമെന്ന് പറഞ്ഞേടി. ആദിത്യന് ദേഷ്യം വന്നു. ഇന്ന് വൈകിട്ട് ഏട്ടന് വീണ്ടും കോൾ വരും, ഇന്നലത്തെ പോലെ തന്നെ. അതിനുശേഷം ഞാൻ ആളിനെ പറയാം. എന്താ? അവൾ തറവാടിനുള്ളിലേക്ക് കയറാൻ ഭാവിച്ചിട്ട് പെട്ടെന്ന് നിന്നു. എന്നും നമുക്കിങ്ങനെ വിഗ്രഹം എടുത്തു മാറ്റാനും തിരിച്ചു കൊണ്ടുവയ്ക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകണം. അല്ല, ഉണ്ടാക്കണം. അതിനു പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയാനും പാടില്ല. അവൾ അകത്തു മറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് സന്ധ്യയായാൽ മതിയെന്നായിരുന്നു ആദിത്യന്. മരുന്നുപുരയിൽ അന്ന് ജോലി ചെയ്തത് യാന്ത്രികമായിട്ടാണ്. ഇടയ്ക്ക് പിഴവ് പറ്റിയപ്പോൾ ഈശ്വരി മുത്തശ്ശി അവനെ ശാസിക്കുകയും ചെയ്തു. സ്വപ്നം കണ്ടിരുന്നാണോടാ പണിയെടുക്കുന്നത്? ഒരു കഴഞ്ച് മരുന്ന് കൂടിയാലോ മൂപ്പ് കൂടിയാലോ പ്രയോജനമുണ്ടാകുമോടാ? ആദിത്യൻ മുത്തശ്ശിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക മാത്രം ചെയ്തു. എല്ലാം കണ്ടും കേട്ടും അവിടെ നിന്ന് പ്രതീക്ഷ അറിയിച്ചു. മുത്തശ്ശിയെ, ഏട്ടനിപ്പോൾ ഈ ലോകത്തൊന്നുമല്ല. ഏട്ടനെ ഒരു യക്ഷി വളഞ്ഞു പിടിച്ചിരിക്കുക. അവളുടെ മായിക വലയത്തില കക്ഷി. അവൾ ആരാണെന്നറിയണം. അവളുടെ ശബ്ദം കേൾക്കണം. അവളെക്കുറിച്ച് മാത്രമാ ചിന്ത. അതെയോ? ആരാടിയത്? മുത്തശ്ശിക്കും ആകാംക്ഷയായി. മുത്തശ്ശിയോടായതുകൊണ്ട് പറയാം. പക്ഷെ പുറത്താരും അറിയരുത്. എനിക്ക് വാക്ക് തരണം. പ്രതീക്ഷ ആദിത്യനെ ഇടം കണ്ണിട്ടു നോക്കി. വാക്ക്. മുത്തശ്ശി കൈനീട്ടി. ആദിത്യൻ കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. പ്രതീക്ഷ പെട്ടെന്നറിയിച്ചു. അവൾ നീലി, കള്ളിയങ്കാട്ട് നീലി. എടി നിഷേധി. മുത്തശ്ശി വടിയെടുത്ത് ഓങ്ങി. പ്രതീക്ഷ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. ആദിത്യൻ്റെ മുഖം മങ്ങി. സന്ധ്യ. അതുവരെ ഓരോ കോൾ വരുമ്പോഴും അപരിചിതമായ ആ നമ്പറായിരിക്കുമെന്ന് കരുതിയാണ് ആദിത്യൻ മൊബൈൽ എടുക്കുന്നത്. അല്ലെന്നറിഞ്ഞ് നിരാശപ്പെടുകയും ചെയ്തു. ഇന്നിനി അവൾ വിളിക്കില്ലെന്ന് കരുതി. ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് കോൾ അയച്ചപ്പോഴും സ്വിച്ച് ഓഫ്. 8 മണി. ക്ലബിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ആദിത്യൻ. പെട്ടെന്ന് ഫോൺ വിറച്ചു. താൽപ്പര്യമില്ലാതെ അവൻ എടുത്തു നോക്കി. പക്ഷേ അവൻ്റെ ശരീരത്തിലൂടെ ഒരു വിദ്യുത് പ്രവാഹം പാഞ്ഞുപോയി. അതേ നമ്പർ. പ്രതീക്ഷയുടെ കണക്കുകൂട്ടൽ ശരിയായിരിക്കുന്നു. ആകാംക്ഷയോടെ ആദിത്യൻ ഫോൺ കാതിലേക്ക് ചേർത്തു. അടുത്ത ഭാഗം നാളെ.